വന്ദനം जितने അറിയിക്കുന്നു. जन आज के सभा में जुड़े हैं उन सभी को मैं अपना सुबह का प्रणाम करता हूँ। ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. एक और बार परमेश्वर ने हमें इकट्ठा किया, इसलिए हम परमेश्वर को धन्यवाद करते हैं। വളരെ സന്തോഷമുള്ള രാവിലെ സമയത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. बड़े ही आनंद के साथ हम लोग आज की सुबह परमेश्वर की आराधना कर रहे हैं। രാവിലെ ഉണരുവാനും ദൈവസന്നിധിയിൽ പാടി ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവിന്റെ വചനം കേൾപ്പാനുള്ള കർത്താവ് നമ്മളെ സഹായിക്കുന്നുവല്ലോ. भोर को उठकर परमेश्वर के नाम की आराधना करने के लिए और परमेश्वर के वचन से सुनने के लिए परमेश्वर में मौका दे, इसलिए हम परमेश्वर को धन्यवाद करें। ഈ ആത്മീക യോഗങ്ങളുടെ ലീഡ് ചെയ്യുന്ന ദൈവത്തിൻ തോമസ് പാസ്റ്റർക്കായും മറ്റ് എല്ലാ ബഹുമാനരായ ദേവദാസന്മാർ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. इस संगठन का अगुवाई करने वाले मैं थॉमसन पास्टर जी का और जितने भी पासवान जन आज की इस सभा में जुड़े हैं, उन सभी को मैं धन्यवाद करता हूँ। നാം എല്ലാം വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. आजकल हम बड़ी ही प्रतिकूल परिस्थिति में हम लोग गुजर रहे हैं। ആമേൻ. എന്നാൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്, നമുക്കറിയാം, ആമേൻ, അന്തിമ വിജയം ദൈവസഭയുടേതാണ്. लेकिन हम एक बात जानते हैं कि अंत में विजय कलीसिया की ही होनी है। നമ്മൾ ഈ പ്രശ്നങ്ങളെയും തരണം ചെയ്യും. हम इन परिस्थितियों को हम पार कर आगे जाएंगे। ആമേൻ. നമ്മൾ ഈ കഷ്ടങ്ങളെ മറികടന്ന് കർത്താവിന്റെ വേല നമ്മൾ ശക്തമായി ചെയ്യും. हम इन कठिन परिस्थितियों को पलटकर उस परमेश्वर की सेवा करेंगे। നമ്മുടെ കർത്താവ് ചരിത്രത്തിന്റെ ദൈവമാണ്. हमारा परमेश्वर इतिहास का परमेश्वर है। കർത്താവ് ചരിത്രത്തിന്റെ ഗതിവിധികളെ മാറ്റി വരുന്ന കർത്താവ്. हमारा परमेश्वर इतिहास की परंपराओं को, इतिहास के नियमों को बदलने वाला परमेश्वर है। ആമേൻ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. वो परमेश्वर हमारे साथ है। എല്ലാവരും രാവിലെ ഉത്സാഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കും. हम लोग आज के सुबह बड़े उत्साह के साथ बैठे हैं। ഹല്ലേലൂയ. हालेलुया। കർത്താവിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ള ദൈവത്തിന്റെ വചനമാണ്. हमारा परमेश्वर का वचन जीवन और जीवन से भरने वाला वचन है। ആമേൻ. നമ്മുടെ ക്ഷീണമെല്ലാം മാറട്ടെ. हमारी थकावट सब चली जाए। ആമേൻ. ഏതെങ്കിലും നിരാശകൾ ജീവിതത്തിലുണ്ടെങ്കിൽ പറയാം, യേശുവിന്റെ നാമത്തിൽ ആമേൻ മാറിപ്പോകട്ടെ. अगर कोई निराशा जीवन में है तो कहें यीशु मसीह के नाम से वो चली जाए। ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. एक और बार सभी को मैं अपना प्रणाम करता ആമേൻ. हूँ। ചില ആഴ്ചകളായിട്ട് ഞങ്ങൾ വീടുകളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നു. कुछ हफ्तों से हम घर बैठकर परमेश्वर की आराधना कर रहे हैं। ആമേൻ. ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ മിക്ക സഭകളും അടഞ്ഞു കിടക്കുന്നു. हमारे आस पड़ोस की कुछ कलीसियाएं बंद हैं, എന്നാലും ആമേൻ ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. लेकिन फिर भी हम आनंद के साथ ആമേൻ. परमेश्वर की ഞങ്ങൾ आराधना പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു, നമ്മൾ വീണ്ടും മടങ്ങി വരും. हम पूरा विश्वास करते हैं कि हम वापस आएंगे। കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണി. परमेश्वर ने कहा मैं अपनी कलीसिया को बनाऊंगा। ഹല്ലേലൂയ. हालेलुया। വളരെ പ്രാർത്ഥിക്കുക. നോർത്ത് ഓർത്തു सभी जन उत्तर भारत के लिए प्रार्थना करें, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിന് വേണ്ടി. और विशेष करके उत्तर प्रदेश के लिए। ഹല്ലേലൂയ. हालेलुया। ആമേൻ. നമുക്ക് ഒരുമിച്ച് വേദ അധ്യയനത്തിന് വേണ്ടി ഒരു വാക്യം വായിക്കാം. अभी हम आगे एक वचन के लिए हम एक वचन को उठाएंगे। വളരെ സുപരിചിതമായ ഒരു വേദാംശം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. सबको ये वचन मालूम है। ആമേൻ. നാം പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ അപ്പോസ്തലരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. प्रार्थना के साथ हम बैठेंगे, प्रेरितों के काम उसका पहला अध्याय उसका 6ठी आयत। 5-ാമത്തെ വാക്യം വായിക്കാം. 5-ാമത്തെ उसका पहला अध्याय उसकी 5वीं आयत। प्रेरितों के काम पहला अध्याय उसकी 5वीं आयत। വാക്യം ഇങ്ങനെ വായിക്കുന്നു. वो वचन इस प्रकार है, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. उसका पहला अध्याय उसकी 5वीं आयत में लिखा है, क्योंकि यूहन्ना ने तो पानी में बपतिस्मा दिया है, परंतु थोड़े दिनों के बाद तुम पवित्र आत्मा से बपतिस्मा पाओगे। നാം എല്ലാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. हम लोग बड़ी प्रार्थना के साथ बैठे। ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ഇത് എന്നോട് സംസാരിക്കുന്നു എന്നുള്ള ആ മനോഭാവത്തോടെ നാം ദൈവസന്നിധിക്കണം. परमेश्वर के वचन को ध्यान देते समय एक बात को ध्यान दें कि वो परमेश्वर हमसे बात कर रहा है। എത്രയോ തവണ ദൈവിക ശബ്ദം നേരിട്ട് കേട്ടവരാണ് നാം എല്ലാവരും. हम लोगों ने कितनी बार परमेश्वर के वचन को सीधा सीधा सुना है। ആമേൻ. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്നത്. वो परमेश्वर का वचन ही है जो हमें दृढ़ता के साथ खड़ा करता है। ആമേൻ. നമ്മെ ഉറപ്പിച്ച് നിർത്തുവാൻ കഴിവുള്ളത് ദൈവത്തിന്റെ വചനമാണ്. हमें पूरी दृढ़ता के साथ खड़े रहने में परमेश्वर का वचन में बहुत बड़ा ഈ योग है। പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ വചനവുമായി ബന്ധമില്ലാത്തവരെല്ലാം വഴുതിപ്പോകും. ये प्रतिकूल परिस्थिति में अगर वचन के साथ जितने लोग का संबंध नहीं है, वे सब बिखर जाएंगे। അതുകൊണ്ട് ആമേൻ. ദൈവദാസന്മാരായ നാം, ദൈവമക്കളായ നാം ഇന്ന് രാവിലെ വളരെ ധ്യാനത്തോടെ ഈ ശബ്ദങ്ങളെ കേൾക്കാം. इसलिए हम जो परमेश्वर के दास हैं, हम जो प्रभु के जन हैं, हम आज के इस वचन को बड़े ही ध्यान पूर्वक सुने। വചനവുമായി വലിയ ബന്ധമില്ലാത്ത ഒരുപാട് പേർ ക്രൈസ്തവ കോളത്തിലുണ്ട്. ऐसे हमारे मसीह समाज में, मसीह समुदाय में कई सारे ऐसे जन हैं जो परमेश्वर के वचन के साथ कोई भी संबंध नहीं रखते हैं। അവരെല്ലാം ഈ പ്രശ്നങ്ങളിൽ വഴുതിപ്പോകും. वो सब ऐसी ही समस्याओं के साथ बहक जाएंगे। എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. इब्रानी उसका 2रा अध्याय
उसका पहला वचन। पहला वचन में इस प्रकार लिखा है, ആമേൻ. നാം വഴുതി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. हम बहक जाएंगे इसलिए इस परमेश्वर के वचन पर सुने, जो हमने सुना है उस पर मन लगाएं, ഓർ ബിമൻ. ആമേൻ. അധികം उस ശ്രദ്ധയോടെ, पे और भी मन लगाएं, അധികം ശ്രദ്ധയോടെ. और भी मन लगाएं। അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അധികം ശ്രദ്ധയോടെ നാം വായിക്കണം. इसलिए जो परमेश्वर का वचन है उसे हम और भी ध्यान से पढ़ें। നമ്മൾ കേട്ട കാര്യങ്ങൾ, ആ സുവിശേഷത്തിന്റെ മാർമിക വശങ്ങളെ, സിദ്ധാന്തങ്ങളെ നാം വളരെ ധ്യാനത്തോടെ നാം വീണ്ടും ശ്രവിച്ചുകൊണ്ടിരിക്കണം. जो हमने सुना है, जो परमेश्वर के वचन को प्रकाशन में जो हमने सुना है उसको और भी ध्यान से उस पर मन लगाएं। എബ്രായർ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. इब्रानी उसका पहला अध्याय उसके पहले आयत में इस प्रकार लिखा है, ആദിമ കാലങ്ങളിൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിക്കുന്നു. प्राचीन काल में भविष्यवक्ताओं के हाथों थोड़ा थोड़ा करके, भांति भांति करके वो परमेश्वर हमसे बात करता था, लेकिन वर्तमान के दिन में वो प्रभु यीशु मसीह के द्वारा हमसे बात करता है। ആമേൻ. പുത്രൻ മുഖാന്തരം ഈ അന്തിമ നാളുകളിൽ അവൻ നമ്മോട് वो സംസാരിക്കുന്നു. पुत्र के द्वारा परमेश्वर हमसे बात करता है। അതുകൊണ്ടാണ് 2-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. इसलिए कहता है कि दूसरे अध्याय के पहले वचन में कहता है कि जो हमने सुना है उस पर और भी मन लगाएं। കർത്താവിങ്കിൽ നിന്ന് കേട്ട മാർമിക വശങ്ങളെ, സ്വർഗ്ഗരാജ്യത്തിന്റെ സിദ്ധാന്തങ്ങളെ നാം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. जो परमेश्वर के जो प्रकाशन है, परमेश्वर का दर्शन जो हमने सुना है उस पर हमें और भी मन लगाना है। ഓളങ്ങളും തിരമാലകളും എല്ലാം പടകിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ അധികം കേട്ടവർ ഒഴുകി പോകാതിരിക്കും. जब प्रतिकूल परिस्थिति आती है, जब लहरें तूफान आती है, तो जो लोग नहीं सुनते हैं वो सब बहक जाएंगे। ആമേൻ. എന്നാൽ അധികം ശ്രദ്ധയോടെ കേൾക്കുന്നവർ ഉറച്ചു നിൽക്കും. लेकिन एक बात ध्यान दें, जो परमेश्वर के वचन को ध्यान से सुनते हैं वो बड़े ही दृढ़ता के साथ खड़े रहेंगे। അതുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷകൾ ദൈവത്തിന്റെ വചനത്തിന്റെ ആ പഠനത്തിനും പ്രസംഗത്തിനും എല്ലാം അധികം സമയമെടുക്കുന്നത്. इसलिए हम परमेश्वर के वचन पे ज्यादा ध्यान देते हैं। ആമേൻ. ദൈവത്തിന്റെ വചനം നിരന്തരമായി നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാം. इसलिए हम हर समय परमेश्वर के वचन को पढ़ना है। നമ്മോടുള്ള വാഗ്ദത്തങ്ങളെ ആമേൻ വീണ്ടും വീണ്ടും നമുക്ക് അവയെ പഠിക്കാം, മനസ്സിലാക്കാൻ, ഗ്രഹിക്കാം. जो परमेश्वर ने हमसे वायदे किए हैं उन सबको बार बार पढ़े, उसमें बार बार हमें ध्यान देने की आवश्यकता है। ആമേൻ. നമ്മുടെ കർത്താവ് വചനമായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. हमारा परमेश्वर वचन के स्वरूप में इस धरती पर आया। ആമേൻ. കർത്താവ് വചനമായി ഭൂമിയിൽ നടന്നു. वो प्रभु यीशु मसीह वचन के द्वारा इस पृथ्वी पर चला, സംസാരിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചു. ये बातचीत कर परमेश्वर की सेवा സ്വർഗീയ की। മർമ്മങ്ങളെ തുറന്ന് സംസാരിച്ചു. स्वर्ग के दर्शनों को, स्वर्ग के प्रकाशनों को നമ്മുടെ बात किया। വേദപുസ്തക ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. हमारा परमेश्वर वचन का परमेश्वर बात करने वाला परमेश्वर ആമേൻ. है। ദൈവം നമ്മോട് സംസാരിക്കുന്നു. परमेश्वर हमसे बातचीत करने वाला परमेश्वर है। ആമേൻ. ദൈവിക ശബ്ദങ്ങളുടെ മർമ്മങ്ങൾ എത്ര പ്രാവശ്യം കേട്ടവരാണ് ഇന്ന് രാവിലെ ഈ कितने ആത്മീയത്തിരിക്കുന്നത്? लोग आज की सुबह परमेश्वर के प्रकाशनों पर ध्यान दिए हुए जन बैठे हैं। ആമേൻ. നമ്മളെല്ലാം ദൈവിക ശബ്ദം കേൾക്കുന്നവരാണല്ലോ. हम സ്തോത്രം ചെയ്യുന്നു. सब परमेश्वर के वचन को सुनते हैं, इसलिए परमेश्वर को धन्यवाद करें। ആമേൻ. ഇന്ന് രാവിലെ പറയാം, ദൈവമേ എന്നോടുള്ള അങ്ങയുടെ ശബ്ദം എന്നെ आज കേൾപ്പിക്കുമാറാകണമേ. इस बात कहें कि हे प्रभु, जो आपका वचन मेरे लिए है वो मेरे को प्रभु दे प्रभु। നിശ്ചയമായും നാം വലിയ ആത്മീക ഭണ്ഡാരത്തിന്റെ നിറവ് പ്രാപിച്ച് മടങ്ങും. वो परमेश्वर की पूरी परिपूर्णता के साथ आज के दिन हम लोग लौटेंगे। ആമേൻ. നാം വായിച്ചത് കേട്ടല്ലോ. ശ്രദ്ധയോടെ ഒന്നും കൂടെ വായിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. हम लोग जो भी पढ़े उसको हम एक और बार ध्यान से पढ़ेंगे। पहला अध्याय उसका 5वीं आयत। യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. यूहन्ना ने तो पानी में बपतिस्मा दिया है। യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. यूहन्ना बपतिस्मा देने वाले ने पानी से बपतिस्मा दिया है। നിങ്ങൾക്കോ ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. लेकिन थोड़े दिनों के बाद तुम्हें पवित्र आत्मा से बपतिस्मा मिलेगा। ആമേൻ. ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. थोड़े दिनों के बाद ही तुम्हें पवित्र आत्मा का बपतिस्मा मिलेगा। വളരെ ശ്രദ്ധയോടെ നമുക്ക് ഒരുമിച്ച് രാവിലെ बड़े ही ആയിരിക്കാം. ध्यान से आज की सुबह हम बैठे। ഉയർത്തെഴുന്നേറ്റതിന് ശേഷം पुनरुत्थान के बाद ആമേൻ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ ഒന്ന് പറയുകയാണ്. प्रभु यीशु मसीह शिष्यों के मध्य में आके कहता है, അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. वो सब इकट्ठा बैठे हुए हैं। കർത്താവ് ഇങ്ങനെ കേൾക്കുവാൻ വലിയ ആകാംക്ഷയോടെ അവർ ചെവി वो തുറന്നിരിക്കുകയാണ്. बड़े ही आकांक्षा के साथ, बड़े ही उत्सुकता के साथ परमेश्वर के वचन को सुनने के लिए बैठे हैं। അപ്പോൾ കർത്താവ് പറയുന്നു ശിഷ്യന്മാരോട്, तब प्रभु यीशु मसीह अपने शिष्यों से इस प्रकार कहता है, നിങ്ങൾക്ക് तुम लोगों को ഏറെ നാൾ കഴിയും മുമ്പേ थोड़े दिनों के बाद ही പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. पवित्र आत्मा से बपतिस्मा मिलेगा। പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. पवित्र आत्मा से बपतिस्मा मिलेगा। ആമേൻ. ആത്മസ്നാനവും പരിശുദ്ധാത്മാവിന്റെ നിറവെല്ലാം വളരെ പ്രാവശ്യം കേട്ടതും അനുഭവിച്ച ഒരു ദൈവമക്കളുമാണ് ആമേൻ നാം ഇന്ന് രാവിലെ ദൈവമുമ്പാകെ ആയിരിക്കുന്നത്. हम सब परमेश्वर के उस आत्मा से परिपूर्ण होकर आराधना किए हुए जन हैं हम लोग। എന്നാൽ ഒന്നുകൂടെ ഈ വിഷയം നമുക്ക് ധ്യാനിക്കാം ഇന്ന് लेकिन രാവിലെ. एक और बार आज की सुबह हम इस वचन पे ध्यान देंगे। ആമേൻ. വഴുതി പോകാതിരിക്കേണ്ടതിന് വേണ്ടി, ना बहकने के लिए, ഉറച്ചു നിൽക്കേണ്ടതിന് വേണ്ടി, दृढ़ता के साथ खड़े रहने के നമ്മൾ लिए, ആരാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി, हम कौन है ये बात को समझने ഒരു के लिए, പ്രാവശ്യം കൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് വേണ്ടി एक और बार हमें वचन को बढ़ाने के लिए ആമേൻ നമുക്ക് ശ്രദ്ധിക്കാം.
हमें ध्यान देना है। ആമേൻ. വാക്യം പറയുന്നു, ഏറെ നാൾ കഴിയും മുമ്പേ, ये आयत वचन इस प्रकार कहता है, थोड़े दिनों के बाद, ഏറെ നാൾ കഴിയും മുമ്പേ थोड़े दिनों के बाद ही നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. तुम सबको पवित्र आत्मा से बपतिस्मा मिलेगा। നമുക്കറിയാം, ദൈവസഭ ദൈവാത്മാവിന്റെ നിറവിനെ പ്രാപിച്ചവരുടെ കൂട്ടമാണ്. एक बार हम जानते हैं कलीसिया जो है परमेश्वर के आत्मा से परिपूर्ण जनों का समूह है। ആത്മാവിനാൽ നിറയപ്പെട്ടവരുടെ സമൂഹം. पवित्र आत्मा से परिपूर्ण लोगों का समूह है कलीसिया। ആമേൻ. കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് കർത്താവ് പറയും, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്, കാരണം നിങ്ങൾ ആത്മാവിനാൽ നിറയാൻ പോകുന്നു. परमेश्वर अपने चेलों से कहता है, यरूशलेम छोड़कर मत जाना, क्योंकि पवित्र आत्मा तुम पे आने वाला है। ആമേൻ. പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിക്കാതെ നിങ്ങൾ പോകരുത്. परमेश्वर का आत्मा को बिना पाए हुए यरूशलेम से बाहर मत जाना। വളരെ ജ്ഞാനം പ്രാപിച്ചവരാണ്, കർത്താവിന് കൂടെ നടന്ന ഒരുപാട് കാര്യങ്ങളെ കണ്ടവരാണ്. പക്ഷെ കർത്താവ് പറയുന്നു, നിങ്ങൾ ആത്മനിറവ് പ്രാപിച്ചേ മുമ്പോട്ട് പോകാവൂ. बड़े ही ज्ञान के साथ, बड़ी बुद्धि के साथ वो लोग परमेश्वर के साथ रहते थे, यीशु मसीह के साथ रहते थे, लेकिन यीशु मसीह ने कहा बिना पवित्र आत्मा के द्वारा यरूशलेम से बाहर नहीं निकलना। ആമേൻ. നമുക്കറിയാവുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാത്ത ജനം നിർജീവരായ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടമാണ് എന്ന് നമുക്കറിയാമല്ലോ. एक बात हम जानते हैं, बिना पवित्र आत्मा के जीवन बिताना एक बिना जीवन के जीवन बिताने के बराबर है। പ്രത്യേകിച്ച് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവനില്ലാത്തവരെല്ലാം വഴുതി പോകും. विशेष करके इन प्रतिकूल परिस्थितियों में बिना जीवन के जीवन व्यतीत करना, बिना पवित्र आत्मा के जीवन व्यतीत करना हमें दृढ़ता के साथ खड़े रहने में सहायता नहीं करेगा। ഉറച്ചു നിൽക്കുവാൻ നമുക്ക് വലിയ ജീവന്റെ ആവശ്യമുണ്ട്. दृढ़ता के साथ खड़े रहने के लिए हमें जीवन की आवश्यकता है। കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 10 വായിക്കുന്നല്ലോ, ഞാൻ ജീവൻ തരുവാനും ആമേൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, ബഹുത്തായക ജീവൻ, വലിയ ജീവൻ ഉണ്ടാകുവാൻ. യെസ്. यूहन्ना के सुसमाचार में इस प्रकार लिखा है, मैं तुम्हें जीवन देने और बहुतायत का जीवन देने आया हूं। അതുകൊണ്ട് ശ്രദ്ധിക്കുക, നാം ഈ ആത്മനിറവിന്റെ ആമേൻ യുഗത്തിലാണ് ജീവിക്കുന്നത്. एक बात हम जान लें कि पवित्र आत्मा के युग में हम आजकल जी रहे हैं। ആത്മാവിന്റെ നിറവ് അനുഭവിക്കേണ്ട സമയത്താണ് നാം ജീവിക്കുന്നത്. पवित्र आत्मा की पूरी परिपूर्णता के साथ हमें जीवन व्यतीत करने का एक समय है। അതുകൊണ്ട് आज का युग। ഇന്ന് രാവിലെ വചനം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വചനവുമായി അകന്നു നിൽക്കുന്നെങ്കിൽ ഞാൻ വീണ്ടും ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നു, ആത്മാവിൽ നമുക്ക് നിറയപ്പെടണം. एक बात आज की सुबह आप सबसे कहना चाहता हूं, अगर कोई यहाँ पे ऐसा है जो इन वचनों से थोड़ा दूर है, उन सबसे कहना चाहता हूं कि आपको निकट आने का समय आ चुका है। ആമേൻ. നമുക്ക് ആത്മാവിൽ നിറയപ്പെടണം. हमें आत्मा के साथ भरना है। ആത്മശക്തിയുടെ നിറവില്ലാത്തവരെല്ലാം വഴുതി പോകും. आत्मा की शक्ति के बिना सब लोग बहक जाएंगे। ആമേൻ. പരിശുദ്ധാത്മാവിൽ നിറവിൽ നാം നിറയപ്പെടണം. परमेश्वर की आत्मा से हमें भरना है। ആമേൻ. ആത്മാവിൽ നാം സംസാരിക്കണം. हमें परमेश्वर की आत्मा के द्वारा बात करना है। നമുക്ക് ആത്മാവിൽ ദർശനം കാണണം. हमें आत्मा के द्वारा दर्शनों को देखना है। ആമേൻ. ആത്മാവിൽ നമുക്ക് ശുശ്രൂഷിക്കണം. हमें आत्मा से भरकर परमेश्वर की सेवा करना है। ഭയമില്ലാതെ ശുശ്രൂഷിക്കണമെങ്കിൽ ആത്മനിറവുണ്ടാകണം. बिना भय के अगर सेवा करना है तो आत्मा को होना जरूरी है। ഈ കഷ്ടങ്ങളെ നമുക്ക് മറികടന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ആത്മാവിന്റെ വലിയ നിറവുണ്ടാകണം. अगर इन कष्टों को पार कर आगे बढ़ना है तो हमें आत्मा होना बहुत जरूरी है। ആമേൻ. ശിഷ്യന്മാർ നിന്ന കാലഘട്ടം ശുശ്രൂഷയ്ക്ക് അനുകൂലമായ ഒരു കാലഘട്ടമല്ലായിരുന്നു. जब परमेश्वर के चेले सेवा करते थे तो वो परिस्थितियां प्रतिकूल थी, उनके लिए अनुकूल नहीं थी। ഒരുപാട് പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ശിഷ്യന്മാരുടെ കർത്താവ് പറയുന്നു, നിങ്ങൾ ആത്മാവിന്റെ നിറവ് പ്രാപിക്കുവാൻ പോകുന്നു. कई सारी समस्याओं से घिरे हुए चेलों से परमेश्वर कहता है, तुम लोगों को आत्मा की जरूरत है। റോമൻ ഗവൺമെന്റ് വിരോധമായി നിന്ന കാലഘട്ടം, रोमी सरकार विरोध में जब थी, യഹൂദ മതത്തിന്റെ നേതാക്കൾ ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുന്നു. यहूदी मत के नेता लोग भी चेलों के विरोध में थे। ആമേൻ. ലോകത്തിൽ മുഴുവൻ ശുശ്രൂഷിക്കുവാൻ വേണ്ടി നിയമിക്കാക്കപ്പെട്ടവർ വളരെ ചുരുക്കം, ഒരു ചെറിയ കൂട്ടം ആളുകൾ, ബല എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ കുറവുള്ള ആളുകൾ. बहुत कम ही जन थे जो परमेश्वर के वचन को बढ़ाने के समर्पित थे। ആമേൻ. ഇപ്രകാരം ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായ കാലഘട്ടത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ആത്മാവ് നിറയപ്പെടാൻ പോകുകയാണ്. ऐसी प्रतिकूल परिस्थितियों में परमेश्वर कहता है कि तुम सब पवित्र आत्मा से बपतिस्मा पाओगे। ഇന്ന് രാവിലെ നന്ദിയോടെ പറയാമോ, കർത്താവ് എന്റെ മേൽ നീ അയച്ച പരിശുദ്ധാത്മാവിനായി സ്തോത്രം. कितने लोग धन्यवाद कह सकते हैं, प्रभु वो आत्मा के लिए धन्यवाद करता है। ആമേൻ. ഈ ആത്മാവിന്റെ യുഗത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചതിനായി സ്തോത്രം പറയാമോ. इस युग में परमेश्वर की सेवा करने के लिए परमेश्वर ने हमें बोला है, इसलिए परमेश्वर को धन्यवाद। ആമേൻ. ഈ പെന്തക്കോസ്തിന്റെ നാളിൽ, പെന്തക്കോസ്തിന്റെ യുഗത്തിൽ വചനം ശുശ്രൂഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നതിനായി സ്തോത്രം പറയുന്നു. पेंटेकोस्ट के समय में परमेश्वर की सेवा करने के लिए परमेश्वर हमें मौका दे, इसलिए परमेश्वर को धन्यवाद करें। ആത്മാവിന്റെ നിറവിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിച്ചതിനായി നന്ദി പറയാം. കർത്താവേ, നന്ദി നന്ദി നന്ദി. आत्मा की परिपूर्णता के साथ आज सेवा करने के लिए परमेश्वर ने हमें मौका दिया। प्रभु से बोले, प्रभु धन्यवाद धन्यवाद धन्यवाद। ആമേൻ. ഇവിടെ കർത്താവ് പറയുന്ന ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുകയാ, परमेश्वर अपने चेलों से इस प्रकार कहता है, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. यूहन्ना ने तो पानी से तुम्हें बपतिस्मा दिया। അപ്പോൾ പറയുന്നു, നിങ്ങൾക്ക് ആമേൻ നിങ്ങൾ ഏറ്റ ഒരു സ്നാനമുണ്ട്.
तुम लोगों ने एक बपतिस्मा लिया है, അത് യോഹന്നാന്റെ സ്നാനമാണ്. वो बपतिस्मा यूहन्ना ने दिया है, അത് വെള്ളം കൊണ്ടുള്ള वो സ്നാനമാണ്. सिर्फ पानी का बपतिस्मा है। ആമേൻ. നിങ്ങൾ എല്ലാവരും സ്നാനമേറ്റവരാണ്. तो तुम सब बपतिस्मा लिए हुए जन हो। എന്നാൽ നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇനി മറ്റൊരു സ്നാനമുണ്ട്. ആ സ്നാനത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള अगर സ്നാനം. सेवकाई में तुम्हें एक कदम और आगे जाना है तो तुम्हें पवित्र आत्मा को बपतिस्मा लेना होगा। യോഹന്നാന്റെ സ്നാനമേറ്റവർ വളരെ അഹങ്കാരത്തോടെ അഭിമാനത്തോടെ പറഞ്ഞിരുന്നു, ഞാൻ യോഹന്നാന്റെ സ്നാനമേറ്റവൻ. यूहन्ना बपतिस्मा के द्वारा बपतिस्मा लिए हुए जो जन थे, वो जो चेले थे, जो लोग थे, वो बड़ी अहंकार के साथ कहते थे कि हमने यूहन्ना का बपतिस्मा लिया है। ആമേൻ. ആ ദേശനിവാസികൾ അവരെ കണ്ടിട്ട് പറഞ്ഞിരുന്നു, യെസ്, ആമേൻ, ഇവൻ മാനസാന്തര സ്നാനമേറ്റ ഒരു വ്യത്യസ്തമായ മനുഷ്യനാണ്. उन प्रदेश के लोग कहते थे कि जो बपतिस्मा लिए हुए लोग थे, उनसे कहते थे कि हाँ, ये मन फिराव हुआ एक जन है, इसने बपतिस्मा लिया हुआ है। അവരെ ആമേൻ ദേശനിവാസികൾ ആമേൻ എന്ത് ചെയ്തിരുന്നു? ബഹുമാനിച്ചിരുന്നു. കാരണം അവർ യോഹന്നാന്റെ കരത്തിന് കീഴിൽ സ്നാനമേറ്റവർ. प्रदेश के लोग उनका आदर करते थे क्योंकि वो बपतिस्मा लिए हुए थे। അവരും തമ്മിൽ പറഞ്ഞിരുന്നു, നമ്മൾ യോഹന്നാന്റെ കരത്താൽ സ്നാനമേറ്റവർ. वो आपस में एक दूसरे से कहते थे कि हमने यूहन्ना का बपतिस्मा लिया है। ആമേൻ. അപ്പോൾ അവരുടെ കയ്യിൽ അവർക്ക് അഭിമാനത്തോടെ പറയാനുണ്ടായിരുന്ന കാര്യമാണ്, ഈ കർത്താവിന്റെ ശുശ്രൂഷയിൽ ഞങ്ങൾ സ്നാനമേറ്റവരാണ് യോഹന്നാന്റെ കരത്തിൽ. उनके पास अहंकार करने के लिए, घमंड करने के लिए एकमात्र चीज था कि हमने यूहन्ना का बपतिस्मा लिया है। എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് ഇനിയും മുമ്പോട്ട് യാത്ര ചെയ്യുവാനുണ്ട്. प्रभु कहता है कि तुम्हें और आगे भी यात्रा करना है। യോഹന്നാന്റെ സ്നാനം ഈ ആത്മിക ശുശ്രൂഷയ്ക്ക് പര്യാപ്തമല്ല. यूहन्ना का जो बपतिस्मा है वो इस सेवा के लिए पर्याप्त नहीं है। ആമേൻ. നിങ്ങൾക്ക് ഒരു പടി കൂടെ അടുത്ത ലെവലിലേക്ക് നടന്നു നീങ്ങണം. सबको एक कदम और आगे बढ़ना है। അതാണ് ആത്മാവിന്റെ ആമേൻ അഭിഷേകം. वो कदम है वो परमेश्वर की आत्मा का अभिषेक। അത് പ്രാപിച്ച് ആത്മനിറവ് പ്രാപിച്ച് നിങ്ങൾ ശുശ്രൂഷയ്ക്ക് മുമ്പോട്ട് പോകാവൂ. परमेश्वर का आत्मा को पाकर ही आगे बढ़ना है। യേശുവിടെ വാഗ്ദാനം ചെയ്യുന്നു, ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾ ആത്മാവ് നിറയപ്പെടും. परमेश्वर वादा करता है कि थोड़े दिनों के बाद वो पवित्र आत्मा से तुम्हें बपतिस्मा मिलेगा। ഇന്ന് രാവിലെ ഈ വാക്യങ്ങൾ വളരെ ധ്യാനത്തോടെ ശ്രദ്ധിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാന വിഷയം, आज की सुबह हम जब इस वचन को ध्यान देते तो एक बात को हमें ध्यान देना है। പലപ്പോഴും നമ്മളെല്ലാം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ കയ്യിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, എനിക്ക് ജ്ഞാനമുണ്ട്, അറിവുണ്ട്, വാക്ചാതുര്യമുണ്ട്, വചനത്തിന്റെ ജ്ഞാനമുണ്ട്, എന്റെ കാര്യങ്ങളിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എനിക്കൊരു പാരമ്പര്യമുണ്ട്, എനിക്ക് സംസാരിപ്പാൻ അറിയാം. ഒരുപാട് വിഷയങ്ങൾ നമ്മോട് തന്നെ പറഞ്ഞ് അഭിമാനത്തോടെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. कई बार कई समय ऐसा आता है कि हमारे पास परंपरा है, हमारे पास डिग्री है, हमारे पास ज्ञान है, हमारे पास बपतिस्मा है। इन बातों पर घमंड करते हुए कई बार हम जीते हैं। എന്നാൽ കർത്താവ് പറയുന്നു, ആമേൻ, നിങ്ങൾക്ക് ഒരു ലെവൽ കൂടെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. परमेश्वर कहता है कि तुम्हें एक कदम और आगे बढ़ना है। ആമേൻ. അത് മറ്റൊന്നുമല്ല, ആത്മാവിന്റെ നിറവാണ്. वो है पवित्र आत्मा की परिपूर्णता। ഇന്ന് രാവിലെ ആത്മാവിൽ ഈ സന്ദേശം പറയുന്നതിന്റെ സന്തോഷമുണ്ട്. आज मुझे पवित्र आत्मा से भरकर ये वचन को कहने में बड़ी ആമേൻ. खुशी है। നാം പ്രാപിച്ച അനുഭവങ്ങൾ പോരാ എന്നുള്ളത് ഈ വാക്യം നമ്മോട് സംസാരിക്കുന്നു. जो अनुभवों को हमने अनुभव किया है वो पर्याप्त नहीं है। ക്രിസ്തീയ ജീവിതം ഒരുപാട് അനുഭവങ്ങളുടെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. मसीही जीवन कई बार कई अनुभवों से भरा हुआ जीवन होता है। ആമേൻ. നമുക്കറിയാം, കാത്തിരുന്ന് പ്രാപിച്ച് ആത്മനിറവോടെയാണ് നാം ശുശ്രൂഷിക്കുന്നത്. कई बार हम लोगों ने इंतजार कर करके वो परमेश्वर की आत्मा को पाया है। ആമേൻ. ഇന്ന് രാവിലെ ആരെങ്കിലും ഈ ആത്മാവിന്റെ നിറവോടെ അല്ല ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ഈ സന്ദേശം ആമേ ദൈവ കുഞ്ഞെ നിനക്കൊരു പുതിയ ഉണർവിന് കാരണമായി തീരട്ടെ. अगर आज कोई ऐसा है जो बिना पवित्र आत्मा के उस परमेश्वर की आराधना करता है तो बेटा ये वचन तुम्हारे लिए है। ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ, നമ്മുടെ കരങ്ങളിലുള്ളതിനപ്പുറമായി പകരുവാൻ ദൈവം നമുക്ക് വേണ്ടി ആത്മനിറവെന്ന വാഗ്ദത്തം പകർന്നിട്ടുണ്ട്. परमेश्वर हमारे लिए वचन पर कहता है कि परमेश्वर ये वादा करता है कि थोड़े दिनों बाद तुम्हें पवित्र आत्मा से बपतिस्मा मिलेगा। ആ വാക്യത്തിന്റെ ഘടന ശ്രദ്ധിക്കണമേ. वो इस वचन का दृश्य हम ആമേൻ. ശ്രദ്ധിക്കുക, പറയുന്നു ഏറെ നാൾ കഴിയും മുമ്പേ. थोड़े दिनों के बाद ही എന്ന് പറഞ്ഞാൽ ഏറെ നാൾ കഴിയും മുമ്പേ. वहाँ ऐसा लिखा है थोड़े दिनों के बाद ही। ആ കർത്താവിന് തിടുക്കം കണ്ടു, ഒരു വേഗത കണ്ടു. കർത്താവ് ചിന്തിക്കുന്നു, വേഗത്തിൽ നിങ്ങൾ അത് പ്രാപിക്കണം. यीशु मसीह की वो जल्दबाजी देखिए, वो परमेश्वर जल्दी देना चाहता है। ഏറെ നാൾ കഴിയും മുമ്പേ थोड़े दिनों के बाद ही എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ, वो इसका मतलब ये है कि सेवा से निकलने से पहले, ആമേൻ, നിങ്ങൾ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പേ, शुरू करने से पहले, ആമേൻ, ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾ ആത്മാവ് നിറയപ്പെടും. थोड़े दिनों के बाद ही वो पवित्र आत्मा को बपतिस्मा तुम्हें मिलेगा। ഇന്ന് രാവിലെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ വർഷങ്ങളായിട്ടും ഈ ആത്മനിറവിനുള്ള ആഗ്രഹമില്ലാത്തവർ, ആമേൻ, ഇന്ന് രാവിലെ ദൈവമുമ്പാകെ ഈ വാക്കുകൾക്ക് മുമ്പിൽ पूर्णമായി സമർപ്പിക്കണം. आज की सुबह जब हम इस वचन पे ध्यान देते हैं तो कई सालों से जो जन
पवित्र आत्मा की परिपूर्णता के बिना बैठे हैं, वो सब आज के इस वचन पे ध्यान दें। കർത്താവിന്റെ ശബ്ദം ഏറെ നാൾ കഴിയുമുമ്പ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അതിന്റെ പ്രാധാന്യം, ആ നിറവിന്റെ പ്രാധാന്യമാണ് ഏറെ നാൾ കഴിയും മുമ്പ് എന്നുള്ള പദം കൊണ്ട് നാം और മനസ്സിലാക്കേണ്ടത്. थोड़े दिनों के बाद का मतलब ये है कि ये बहुत ही महत्वपूर्ण कार्य है, थोड़े दिनों के बाद ही मिलेगा। ആമേ ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾ ആത്മാവിൽ നിറയപ്പെടും. थोड़े दिनों के बाद ही पवित्र का बपतिस्मा तुम्हें मिलेगा। ഹല്ലേലൂയ हालेलुया। ആമേൻ. അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ പകരുന്ന കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ആമേൻ. നിങ്ങൾ ഇപ്പോൾ യോഹന്നാന്റെ സ്നാനം പ്രാപിച്ചവരാണ്, എന്നാൽ പുതിയ നിയമ ശുശ്രൂഷയ്ക്കുള്ള നിയോഗം പ്രാപിച്ച ശിഷ്യന്മാരെ ആമേൻ നിങ്ങൾ ആത്മാവിന്റെ നിറവ് ഏറെ നാൾ കഴിയും മുമ്പേ പ്രാപിക്കും. बिना किसी माप तोल के आत्मा से भरने वाला परमेश्वर कहता है कि थोड़े दिनों के बाद ही, अपने चेलों से कहता है कि थोड़े दिनों के बाद ही तुम्हें पवित्र आत्मा का बपतिस्मा मिलेगा। यूहन्ना का बपतिस्मा तुम्हारे लिए पर्याप्त नहीं है। അപ്പോൾ യേശു കർത്താവ് പറയുന്നു, ശിഷ്യന്മാരെ നിങ്ങളുടെ കയ്യിൽ ഒരു സ്നാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾ സ്നാനമേറ്റവരാണ്, പക്ഷേ ആമേൻ നിങ്ങൾ ഇനിയും പ്രാപിക്കുവാൻ പോകുന്ന ആമേൻ പുതിയ അനുഭവം, ആത്മീയ അനുഭവം, അത് ആത്മാവിൽ നിറവെന്നുള്ളതാണ്. प्रभु यीशु मसीह अपने चेलों से कहता है कि जो तुम्हें बपतिस्मा मिला है, तुम्हारे पास एक बपतिस्मा का प्रमाण पत्र तो है, लेकिन आगे बढ़ने के लिए तुम्हें एक और बपतिस्मा लेना होगा। ആമേൻ. ഈ പുതിയ നിയമ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള ശുശ്രൂഷകൾ ആമേൻ നമുക്കറിയാം അത് പരാജയത്തിന്റെ इस ശുശ്രൂഷകളായിരിക്കും. युग में अगर बिना किसी पवित्र आत्मा की सेवा करना एक पराजय की सेवा है। നമുക്ക് മുമ്പോട്ട് പോകുവാൻ ആത്മനിറവ് ആവശ്യമാണ് ദൈവത്തിന്റെ हमें പൈതലേ. आगे बढ़ने के लिए उस पवित्र आत्मा की जरूरत है। നമ്മൾ കേവലം ആത്മനിറവ് പ്രസംഗിക്കുന്നവർ മാത്രമല്ല, അനുഭവിക്കുന്നവർ हम കൂടെയാണ്. लोग पवित्र आत्मा के बारे में प्रचार करने वाले ही नहीं, हम उसे अनुभव करने वाले जन ഈ हैं। ദിനങ്ങളിൽ നമ്മുടെ അന്യഭാഷയിലുള്ള സംസാരത്തിന്റെ സമയങ്ങൾ ദീർഘമാകട്ടെ. वो अन्य भाषाओं में जो हम प्रार्थना करते हैं उसका समय बढ़ाएं। ആമേ. നമ്മുടെ പ്രാർത്ഥനാ റൂമുകളിൽ അന്യഭാഷയുടെ മുഴക്കങ്ങൾ ഉണ്ടാകട്ടെ. हमारे प्रार्थना का जो कमरा है उसमें प्रार्थना करने का जो समय है उसे बढ़ाएं। ആമേ. അന്യഭാഷയിൽ ആരാധിക്കുന്ന ആമേൻ കൂട്ടങ്ങൾ വർദ്ധിച്ചു വരട്ടെ. अन्य भाषा से प्रार्थना करने वाले, आराधना करने वालों का समूह बढ़ने पाए। ആത്മാവിന്റെ ദർശനം പ്രാപിക്കുന്നവരുടെ എണ്ണം നമ്മുടെ കൂട്ടങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ. आत्मा से भरकर दर्शन देखने वालों की गिनती हमारे बीच में बढ़ने पाए। പറയാമോ? ആമേ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ നിറയപ്പെടുന്ന ദിനങ്ങളായി മാറട്ടെ. कितने लोग कह सकते हैं कि हमारे बच्चे पवित्र आत्मा में भरने पाए। നമ്മുടെ കുടുംബത്തിലെ സകല അംഗങ്ങളും ആത്മാവിൽ നിറയപ്പെട്ടവരായി മാറട്ടെ. हमारे परिवार का एक एक जन उस पवित्र आत्मा से भरने पाए। ആമേൻ. നമ്മുടെ സഭയിലെ അവസാന വ്യക്തിയും ആത്മാവിന്റെ നിറവ് പ്രാപിച്ചവരായിരിക്കട്ടെ. हमारी कलीसिया का आखिरी जन भी वो परमेश्वर के आत्मा से भरने पाए। രാവിലെ ആത്മാവിൽ പറയാമോ? എന്റെ മകളും മരുമക്കളും കൊച്ചുമക്കളും ഇവരെല്ലാം ആത്മാവിൽ നിറയപ്പെട്ടവരായിരിക്കണം. कि मेरा बेटा, मेरी बेटी, मेरे पोती, मेरे नाती सब उस परमेश्वर की आत्मा से ആമേ. भरने पाए। കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നാം എല്ലാം വളരെ പ്രാർത്ഥിക്കുന്നവരാണ്. अपने परिवार के लिए हम लोग बहुत प्रार्थना करते हैं। ആമേ. പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. हम लोग कई विषयों के लिए प्रार्थना करते കുടുംബ हैं। പ്രാർത്ഥനയിൽ, കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് വലിയ നീണ്ട ലിസ്റ്റോടുകൂടെ പ്രാർത്ഥിക്കുന്നവരാണ് നാം हम എല്ലാവരും. लोग अपने प्रार्थना में, परिवार की प्रार्थना के लिए हम लोग काफी बड़ी लिस्ट के लिए हम प्रार्थना करते हैं। എന്നാൽ ആ ലിസ്റ്റിന്റെ ലിസ്റ്റിൽ പരിശുദ്ധാത്മ നിറവിന്റെ പ്രാർത്ഥനാ വിഷയം ഏത് വിഷയത്തിലാണ്, എത്ര പ്രാരംഭ വിഷയങ്ങളാണോ, അതോ ഹല്ലേലൂയ എല്ലാത്തിനും അവസാനം കർത്താവേ പകരണമേ എന്നാണോ, അതോ പ്രാഥമികത നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ പ്രാധാന്യം നൽകുന്ന വിഷയമാണോ ആത്മനിറവ് എന്നുള്ളത്? कितने लोगों की जो लिस्ट है, परिवार की जो लिस्ट है, उसमें जो पवित्र आत्मा से भरपूरी की जो प्रार्थना का विषय है उसको हम महत्व देना है। നമുക്ക് പറയണം, കർത്താവേ ഹല്ലേലൂയ എന്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവമേ ആത്മാവ് നിറയപ്പെടട്ടെ. हमें एक बात कहना है कि हे प्रभु हमारे बच्चे सब पवित्र आत्मा से भरने पाए। നാം വായിക്കുന്നല്ലോ അന്തിം ദിനോമേ സബ്കെ ഊപ്പർ, അന്തിम നാളുകളിൽ ഞാൻ എന്റെ ആത്മാവിനെ എല്ലാവരുടെ മേലും പകരും. हम सब ऐसा पढ़ते हैं कि ऐसा लिखा है कि अंत के दिनों में मैं अपना पवित्र आत्मा तुम सब पर भेजूंगा। ആമേൻ. നിങ്ങളുടെ മക്കളും മക്കൾ പ്രവചിക്കും, അവർ അന്യഭാഷ സംസാരിക്കും. ആമേൻ. നാം എല്ലാം ആത്മാവിൽ നിറയപ്പെടും. വാക്യം പറയുന്നു, ആ ദിവസങ്ങൾ നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ എന്റെ ആത്മാവിനെ പകരും. आप इस प्रकार लिखा है तुम्हारे बेटे बेटियां भविष्यवाणी करेंगी। वहां पे दासों के बारे में लिखा है तुम्हारे दास भी दर्शन देखेंगे। എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബാന്തരീക്ഷം ആത്മാവിൽ നിറയപ്പെടുമെന്നർത്ഥം. इसका मतलब ये है कि हमारे परिवार का जो वातावरण होगा वो पवित्र आत्मा से भरा होगा। ആമേ. മകനും മകളും നന്നായി പ്രസംഗിക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ശരിയാ, പക്ഷേ അവരുടെ ഉള്ളിൽ ആത്മനിറവുണ്ടോ എന്ന് പകൽക്കാലം ശോധന ചെയ്യാം. अगर बेटा प्रचार करता है, बेटी आराधना करती है, तो ये इस पे महत्व नहीं है। अगर वो पवित्र आत्मा से नहीं भरी है तो वो ज्यादा महत्व है। ആമേ. വളരെ പ്രാധാന്യത്തോടെ, വളരെ गंभीरता के साथ इस बात को ഈ വിഷയത്തെ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ആമേ. നമുക്ക് ആത്മാവിന്റെ നിറവിലേക്ക് മടങ്ങി വരണം. पवित्र आत्मा की भरपूरी से भरने के लिए
पूरी गंभीरता के साथ आज की सुबह हम परमेश्वर के वचन को ആമേ ध्यान दें। നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ആത്മാവിൽ നിറയപ്പെടട്ടെ. हमारे परिवार का हर एक जन वो पवित्र आत्मा से भरने पाए, അതിനുവേണ്ടി നമുക്ക് ഒരുക്കപ്പെടാം. हम सब मिलकर उसके लिए एक हो जाएं। ആത്മാവിന് നദി നമ്മുടെ കുടുംബങ്ങൾ ഒഴുകപ്പെടട്ടെ. आत्मा की नदी हमारे परिवार के बीच से बहने पाए, ആമേ നമ്മുടെ സഭകളിൽ ആത്മാവിന് നദി ഒഴുകട്ടെ. हमारे कलीसिया के मध्य से वो नदी बहने पाए। ആമേ എത്ര വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗ വിഷയമാണ് ആത്മാഭിഷേകം എന്നുള്ളത്. कितने वर्षों से ये वचन का प्रचार होता है पवित्र आत्मा की भरपूरी के बारे में। എന്നാൽ ഇന്നും ആമേ വളരെ പ്രാധാന്യമൊട്ടും കുറയാത്ത വിഷയമാണ് ആത്മനിർഭരം എന്നുള്ളത്. लेकिन आज बिना किसी महत्व की कमी से ये जो विषय है ये बहुत ही महत्वपूर्ण विषय है। ആമേൻ. കർത്താവ് പറയുന്നു, ആമേൻ, നിങ്ങൾ ഏറെ നാൾ കഴിയും മുമ്പേ ആത്മാവിനാൽ സ്നാനം പ്രാപിക്കും. प्रभु इस प्रकार कहता है कि थोड़े दिनों के बाद ही तुम्हें पवित्र आत्मा को बपतिस्मा मिलेगा। ആമേൻ. നമുക്കറിയാം കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭ നാളുകളിൽ കർത്താവ് ആമേ തുറന്ന സ്വർഗത്തിന് കീഴിൽ നിൽക്കുന്ന അനുഭവമുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് വേഗത്തിൽ വരാം. हाँ, हम एक विषय पे आएंगे, परमेश्वर यीशु मसीह के बारे में विषय में हम लोग आएंगे। ആമേൻ. മത്തായി സുവിശേഷം 3-ാം അധ്യായം. मत्ती रचित सुसमाचार उसका 3रा अध्याय। നമുക്കറിയാം കർത്താവിന്റെ സ്നാന സമയമാണ് ആ ഭാഗത്തെ പ്രധാനപ്പെട്ട വിഷയം. 3-ാം അധ്യായം 3रा अध्याय में वो परमेश्वर के बपतिस्मा के बारे में वहां लिखा हुआ है। ആമേൻ. മത്തായി സുവിശേഷം 3-ാം അധ്യായം. वो यीशु मसीह के बपतिस्मा के बारे में यहाँ लिखा है, मत्ती उसका 3रा अध्याय। യോഹന്നാൻ സ്നാപകൻ സ്നാനത്തിന് വേണ്ടി യോർദാൻ നദിയിൽ ഇറങ്ങി നിൽക്കുന്നു. यूहन्ना बपतिस्मा देने वाला बपतिस्मा देने के लिए यरदन नदी के किनारे खड़ा है। നിരവധി പരീശന്മാരും സദൂക്യരും സ്നാനപ്പെടുവാൻ വേണ്ടി യേശുവിന്റെ അടുക്കൽ വരികയാണ്. वो फरीसी और कई सारे जो सदूकी बपतिस्मा लेने के लिए यूहन्ना के पास आते हैं। യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ നിരവധി പരീശന്മാരും സദൂക്യരും സ്നാനത്തിനായി വരികയാണ്. यूहन्ना बपतिस्मा देने वाले के पास कई सारी फरीसी और सदूकी बपतिस्मा लेने के लिए उसके पास आते हैं। മാനസാന്തര സ്നാനം കൊടുക്കുവാൻ വേണ്ടി യോഹന്നാൻ തയ്യാറായിട്ട് അത് യോർദാൻ നദിയിൽ നിൽക്കുന്നു. ये मन फिराव का बपतिस्मा देने के लिए यूहन्ना बपतिस्मा देने वाला यरदन किनारे खड़ा है। യോഹന്നാന്റെ അടുക്കൽ വന്ന ആളുകൾ പറയുന്നു, ഞാൻ പാപത്തെ കുറിച്ച് പശ്ചാത്തപിക്കുന്നു, ആമേൻ, പാപം ചെയ്യുകയില്ല എന്ന് ഇനിയും, ആമേൻ, ഞാൻ ആ പാപം ആവർത്തിക്കില്ല എന്ന് ഞാൻ വാക്ക് തരുന്നു എന്നെല്ലാം പറഞ്ഞ് യോഹന്നാൻ അവരെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. यूहन्ना के पास जो जन बपतिस्मा लेने आते थे वो बड़े पश्चाताप के साथ ये कहते थे कि हम आगे पाप नहीं करेंगे, वो परमेश्वर से हम पाप नहीं करेंगे। और ये सुनकर यूहन्ना बपतिस्मा देने वाला उन्हें बपतिस्मा देता था। ഞാൻ വായിക്കുന്നു, യോഹന്നാന്റെ ചില വാക്കുകൾ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നു. यूहन्ना के कुछ शब्दों को यहाँ पे मैं कहना चाहूंगा। ആമേൻ. 3-ാം അധ്യായത്തിൽ 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, उसका 3रा अध्याय उसकी 9वीं आयत में इस प्रकार लिखा है, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. अपने अपने मनों में ये ना सोचो कि हमारा पिता अब्राहम है। അപ്പോൾ അബ്രഹാമിന്റെ കുലത്തിൽ ജനിച്ചവർ എന്ന് അഭിമാനിച്ച് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളെയാണ് യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി യോർദാനിലേക്ക് ക്ഷണിക്കുന്നത്. यूहन्ना बपतिस्मा देने वाला यहाँ पे कुछ ऐसे लोगों को बुलाता है बपतिस्मा लेने के लिए जो ये घमंड करते थे कि हमारा पिता अब्राहम है। വളരെ ശ്രദ്ധയോടെ ഇന്ന് രാവിലെ ദൈവമുമ്പാകെ ആയിരിക്കാമല്ലോ. बड़े ही ध्यानपूर्वक आज की सुबह हम बैठे हैं। അപ്പോൾ വന്നവർ അവർ പറയുന്നു, ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ കുലത്തിൽ പിറന്നവർ. जो वहाँ पे आए हुए जन थे वो कहते थे कि हम अब्राहम के संतान हैं, हमारे पिता अब्राहम है। അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞങ്ങൾക്ക് മോശയുണ്ട്, ഞങ്ങൾക്ക് പുരോഹിതന്മാരുണ്ട്, ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾക്ക് ദേവാലയമുണ്ട്, ഒരുപാട് കാര്യങ്ങളുടെ പാരമ്പര്യത്തെ അവർ അഭിമാനത്തോടെ പറഞ്ഞിരുന്നവരാണ്. अपनी परंपराओं पे घमंड करने वाले लोग थे कि हमारे पास व्यवस्था है, हमारे पास मूसा है, कई बातों पे वो घमंड करने वाले लोग। എന്നാൽ യോഹന്നാന്റെ വാക്കുകളുടെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പ്രശംസിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്കത് പോരാ, നിങ്ങൾക്ക് മാനസാന്തര സ്നാനത്തിന്റെ ആവശ്യമുണ്ട്. यूहन्ना इस प्रकार कहता है कि परंपराओं पे, तुम्हारे जो इतिहास है परंपराओं पे घमंड करने के अलावा एक और कदम तुम्हें लोगों को लेना है। ആമേ. നമുക്കറിയാം, നൂറ്റാണ്ടുകളായിട്ട് മനം തഴമ്പിച്ച് മനം കഠിനപ്പെട്ട് മാനസാന്തരമില്ലാതെ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുവിൽ നിന്നുകൊണ്ട് യോഹന്നാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് ആമേ മാനസാന്തര സ്നാനം ആവശ്യമാണ്. कई सारे दशकों से पाप कर बिना किसी पश्चाताप के जीवन व्यतीत करने वाले लोगों से यूहन्ना बपतिस्मा देने वाला कहता है कि तुम्हें बपतिस्मा मन फिराने की जरूरत है। അപ്പോൾ സ്വന്തം ജീവിതത്തിലെ കുടുംബാന്തരീക്ഷങ്ങളിലെ അഭിമാനത്തിന്റെ കാര്യങ്ങളായ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചും പരമ്പരകളെ കുറിച്ച് അഭിമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ പാരമ്പര്യം നിങ്ങൾക്ക് രക്ഷ തരികയില്ല, നിങ്ങൾ മാനസാന്തരപ്പെടണം. कई सारे ऐसे लोग थे जो अपनी परंपराओं पर, अपने परिवार के वातावरण पर, व्यवस्था पर घमंड करने वाले लोग थे। तो यूहन्ना बपतिस्मा देने वाला उनसे कहता है कि तुम्हारी परंपरा, तुम्हारा व्यवस्था तुमको उद्धार नहीं देगा। അപ്പോൾ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്നവരെ യോഹന്നാൻ മാനസാന്തരപ്പെടുത്തി യേശുവിന്റെ വരവിൽ
വരവിന് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷയാണ് ഈ അധ്യായങ്ങളിൽ നാം കാണുന്നത്. इस अध्याय में जो हम सेवा देखते हैं वो ऐसी सेवा है, मन फिरा को बपतिस्मा देकर वो परमेश्वर जो आने वाला परमेश्वर है उसके लिए तैयार करने वाली एक सेवा है, यहाँ पे हम देखते हैं। അപ്പോൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് യോഹന്നാനോട് ചേർന്ന ആളുകളോട് യോഹന്നാൻ പറയുന്നു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. मन फिरा को बपतिस्मा देकर जो यूहन्ना बपतिस्मा देने वाला वो कहता है कि ये बपतिस्मा लेने के बाद मेरे बाद एक और जन आने वाला है जिसकी मैं पाँव की जूती को खोलने लायक भी योग्य नहीं हूँ। പറയുന്നു യോഹന്നാന്റെ വാക്കുകൾ 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിലും स्नाനം കഴിപ്പിക്കും. तो यूहन्ना के शब्द इस प्रकार है, उसे 11वां आयत, तीसरा अध्याय से 11वें आयत में लिखा है, मैं तो पानी से तुम्हें मन फिराव का बपतिस्मा देता हूँ, परंतु जो मेरे बाद आने वाला है वो मुझसे शक्तिशाली है, मैं उसकी जूती उठाने के योग्य नहीं हूँ। അപ്പോൾ ആ കാര്യങ്ങളുടെ ക്രമം ശ്രദ്ധിക്കുക. യോഹന്നാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ കയ്യിൽ പാരമ്പര്യമുണ്ട്. നിങ്ങൾ പറയുന്നു അബ്രഹാമിന്റെ സന്തതികൾ, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് ആമേ സ്വർഗ്ഗരാജ്യത്തിന് ഒരുക്കിയതിന് ശേഷം പറയുകയാണ്, ആമേ എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. उसका क्रम देखिए, उसका सीक्वेंस देखिए कि यूहन्ना बपतिस्मा देने वाला कहता है कि परंपराओं पर घमंड मत करना, उसके बाद मन फिरा को बपतिस्मा देकर यूहन्ना कहता है कि मेरे बाद एक और जन आने वाला है जो मुझसे ज्यादा शक्तिशाली है। അപ്പോൾ മാനസാന്തരപ്പെട്ട് യോഹന്നാനോട് ചേർന്ന ആളുകളോട് യോഹന്നാൻ പറയുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം मन കഴിപ്പിക്കും. फिराव का बपतिस्मा पाने के बाद जो यूहन्ना से जुड़ गए थे, उनसे यूहन्ना कहता है कि मेरे बाद एक और आने वाला है जो मुझसे शक्तिशाली है, वो तुम्हें आत्मा से बपतिस्मा देगा। അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്രകാരം യോഹന്നാന്റെ സ്നാനമേറ്റ് യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നവരോടാണ് ആമേ കർത്താവ് പറഞ്ഞ വാക്യം നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്, ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾ ആത്മാവിനാൽ സ്നാനം പ്രാപിക്കും. जो लोग बपतिस्मा लिए थे उन्हीं से यीशु मसीह कहता है कि थोड़े दिनों के बाद ही तुम्हें पवित्र आत्मा का बपतिस्मा അപ്പോൾ मिलेगा। പടിപടിയായിട്ട് ആമേ സ്വർഗരാജ്യത്തിന്റെ പ്രധാനികളാക്കി മാറ്റുവാൻ വേണ്ടി സ്വർഗമൊരുക്കിയ പദ്ധതികൾ ശ്രദ്ധിക്കണമേ ഇന്ന് രാവിലെ. एक क्रम के तौर पे हम यहाँ देखते हैं कि वो परमेश्वर के स्वर्ग का वो प्रधान बनाने के लिए, वो परमेश्वर के उस राज में जाने के लिए एक बड़ी योजना को हम यहाँ देखते हैं। 13-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കാൻ പോകുകയാണ്. 3-ാം അധ്യായത്തിന്, മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനക്കരെ അവന്റെ അടുക്കൽ വന്നു. मत्ती 3 अध्याय उसके 13वें आयत में हम इस प्रकार पढ़ते हैं, उस समय यीशु गलील से यरदन के किनारे यूहन्ना के पास उससे बपतिस्मा लेने के लिए गया। യോഹന്നാനു അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. परंतु यूहन्ना यह कहकर उसे रोकने लगा, मुझे तो तेरे हाथ से बपतिस्मा लेने की आवश्यकता है और तू मेरे पास आया है। കണ്ടോ, 14-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് രാവിലെ ആമേ നാം ഒന്ന് ചിന്തിക്കാൻ ये പോകുകയാണ്. 14वां आयत है, हम इसे आज के सुबह बड़े ध्यान के साथ पढ़ें। യോഹന്നാൻ യേശുവിനെ വിലക്കി എന്ന് കാണുന്നു. वहां पे इस प्रकार लिखा है, यूहन्ना ने यीशु मसीह को रोका। കാരണം എന്താ? വാക്യം പറയുന്നു, इसका ये कारण है, यहाँ ऐसा लिखा है, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. ऐसा लिखा है, मुझे तो तेरे हाथ से बपतिस्मा लेने की आवश्यकता है। എന്നോട് പറയുന്നു, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. एक और बार मैं कहता हूँ, मुझे तुमसे तेरे हाथ से बपतिस्मा लेने की आवश्यकता है। അപ്പോൾ യോഹന്നാൻ ഒരു കാര്യം മനസ്സിലായി. ആമേൻ, തന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കർത്താവ് ആമേൻ ഒരു സാധാരണക്കാരനല്ല. ഹല്ലേലൂയ. മുഴു ലോകത്തെയും ആത്മാവിൽ സ്നാനം കഴിപ്പിക്കാൻ വേണ്ടി ആമേ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനാണ് യേശുക്രിസ്തു എന്ന് സാക്ഷാൽ അറിയാവുന്ന ആമേൻ വ്യക്തികൾ ഒരാൾ ആ കാലത്ത് യോഹന്നാൻ സ്നാപകനായിരുന്നു. यूहन्ना को एक बात पता चल गई थी, जो मेरे सामने खड़ा है वो बहुत बड़ा जन है, जो पूरे दुनिया को, पूरे हर एक जन को बपतिस्मा देकर पवित्र आत्मा से भरकर उनको भरने वाला एकमात्र जो ये बात को एहसास किया हुआ एक व्यक्ति था यूहन्ना बपतिस्मा देने वाला। ആമേൻ, മുഴു ലോകത്തെയും ആത്മാവിനാൽ നിറയ്ക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തു. पूरे दुनिया को पवित्र आत्मा के बपतिस्मा देने के लिए आया हुआ एक व्यक्ति था यीशु मसीह। അപ്പോൾ യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് ആ കാലഘട്ടത്തിൽ നന്നായി അറിയാവുന്ന ആമേൻ വ്യക്തികൾ ഒരുവൻ പ്രധാനിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. यीशु मसीह की सेवकाई के बारे में अच्छे से जानने वाला, एहसास करने वाला एक व्यक्ति था यूहन्ना बपतिस्मा देने वाला। ആമേൻ, നമുക്കറിയാം യോഹന്നാൻ അറിയാമായിരുന്നു ഒരു ദിനം വരും
ആ നാളിൽ യേശുവിനെ പിന്നാലെ ഗമിക്കുന്നവർ എല്ലാവരും ആത്മാവിൽ നിറയപ്പെടും. वो ये यूहन्ना जानता था, ये बात को जानता था कि एक दिन एक ऐसा व्यक्ति आएगा, यीशु मसीह आएगा, उसके पीछे पूरी दुनिया चलेगी। ആമേൻ. ഈ കാര്യം യോഹന്നാൻ അറിയാമായിരുന്നു. ഒരു നാൾ പെന്തക്കോസ്ത് ശക്തിയാൽ യേശുവിന്റെ ശിഷ്യന്മാർ നിറയപ്പെടും. यूहन्ना जानता था कि एक दिन पेंतुकोस्त के दिन में यीशु मसीह के चेले पवित्र आत्मा से भरेंगे। അപ്പോൾ വെളിപ്പെടുവാനിരിക്കുന്ന പെന്തക്കോസ്ത് യുഗത്തെ കുറിച്ച് ആമേൻ നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്ന യോഹന്നാൻ സ്നാപകൻ പറയുന്നു, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. इसलिए ये जो बात है पेंतुकोस्त की आत्मा के बारे में यूहन्ना जो बपतिस्मा देने वाला जानता था, इसलिए वो यीशु मसीह से कहता है कि मुझे तुमसे बपतिस्मा लेने की आवश्यकता है। യോഹന്നാൻ യേശുവിനെ വിലക്കിക്കൊണ്ട് പറയുന്നു, അല്ല, ഞാൻ അങ്ങയെ സ്നാനപ്പെടുത്തുകയല്ല, ആമേൻ, അങ്ങയുടെ കരത്താലുള്ള സ്നാനം എനിക്ക് ആവശ്യമാണ്. यूहन्ना उन्हें रोककर कहता है कि प्रभु मुझे आपसे तेरे हाथ से बपतिस्मा लेने की आवश्यकता है। അപ്പോൾ യോഹന്നാൻ അറിയാം, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ സ്നാനാർത്ഥിയായ ആമേൻ യേശു കർത്താവ് ആമേൻ തങ്ങൾ വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുവാൻ പര്യാപ്തനാണെന്നുള്ള ആത്മിക സത്യം യോഹന്നാൻ അറിയാമായിരുന്നു. यूहन्ना को ये बात पता थी कि मैं पानी से बपतिस्मा देता हूँ, लेकिन जो मेरे सामने बपतिस्मा देने वाला खड़ा है वो पवित्र आत्मा से भरकर पवित्र आत्मा का बपतिस्मा देने के लिए उसमें वो योग्य परमेश्वर है। ഞാൻ പറയുന്നു, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. इसलिए यूहन्ना कहता है कि तेरे हाथ से मुझे बपतिस्मा लेने की आवश्यकता है। ഇന്ന് രാവിലെ ദൈവത്തിന്റെ പൈതലേ, അഭിഷിക്തന്മാരെ, ആമേൻ, നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെ കുറിച്ച് പ്രധാന ആവശ്യം എന്താണെന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് ആമേൻ ഈ വേദപുസ്തകത്തിന്റെ വാക്കിലൂടെ ആമേൻ നാം ഗ്രഹിക്കുമ്പോൾ പറയുവാൻ കഴിയുമോ? കർത്താവേ, ഈ ആത്മനിറവാണ് എനിക്ക് ആവശ്യം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ആവശ്യം മറ്റൊന്നുമല്ല കർത്താവേ, ഈ ആത്മനിറവാണ് എനിക്ക് ആവശ്യം എന്ന് പറയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. कितने लोग आज की सुबह कह सकते हैं कि इस वचन को पढ़कर कि हे प्रभु, पवित्र आत्मा की आवश्यकता मेरे जीवन में ज्यादा है, वो पवित्र आत्मा की जो भरपूरी है वो मेरे लिए ज्यादा महत्वपूर्ण है। कितने लोग विश्वास करते हैं। ആമേൻ. യോഹന്നാൻ പറയുന്നു, എനിക്ക് നിന്നാൽ സ്നാനമേൽക്കണം, അതാണ് എനിക്ക് ആവശ്യം. यूहन्ना बपतिस्मा देने वाला कहता है कि मुझे तेरे हाथ से बपतिस्मा लेने की आवश्यकता है। ആമേൻ. ആവശ്യങ്ങളുടെ ലിസ്റ്റ് നിരത്തുമ്പോൾ ഹല്ലേലൂയ, യോഹന്നാന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന് ആമേൻ യോഹന്നാൻ തുറന്ന് പറയാൻ യേശുവിനോട് പറയുന്നു, കർത്താവേ, അങ്ങയുടെ കരത്താലുള്ള സ്നാനമാണ് എനിക്ക് जो आवश्यकताओं की जो लिस्ट थी, वो जो क्रम था, उसमें सबसे ऊपर, सबसे टॉप में जो सबसे महत्वपूर्ण जो आवश्यकता थी यूहन्ना बपतिस्मा देने के लिए, बपतिस्मा देने वाले के लिए, वो थी प्रभु यीशु मसीह के द्वारा बपतिस्मा लेना। അമ്മയുടെ ഗർഭത്തിൽ കിടന്നപ്പോൾ താൻ അനുഭവിച്ച ഒരു ആത്മാവിന്റെ അനുഭവമുണ്ട്. अपनी माता के गर्भ में जब था, तब उसने परमेश्वर के आत्मा को महसूस किया था। തന്റെ മാതാപിതാക്കന്മാർ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിച്ചവരായിരുന്നു എന്ന് വേദവചനം സാക്ഷ്യം പറയുന്നു. यूहन्ना बपतिस्मा देने वाले के जो माता पिता थे, वो पवित्र आत्मा से भरकर आराधना करते थे। वचन में इस प्रकार लिखा है। അപ്പോൾ ആത്മനിറവുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന യോഹന്നാൻ സ്നാപകൻ വെളിപ്പെടുവാനുള്ള പെന്തക്കോസ്ത് ദിനത്തിനെ ഓർത്ത് ആമേൻ താൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ആ യുഗത്തിൽ എനിക്ക് ശുശ്രൂഷിക്കണം. पवित्र आत्मा से परिपूर्ण हुए जनों के बीच में पैदा हुआ बपतिस्मा देने वाला यूहन्ना, वो यीशु मसीह का जो पवित्र आत्मा पेंतिकोस्त का दिन है, उस दिन में सेवा करने के लिए, उस युग में सेवा करने के लिए उसकी आवश्यकता है। ആമേൻ. താൻ പറയുന്നു, കർത്താവേ, എനിക്ക് ആ യുഗത്തിൽ ശുശ്രൂഷിക്കണം. ये वो यूहन्ना बपतिस्मा देने वाला कहता है कि मुझे उस युग में सेवा करना है। ദൈവസഭയുടെ ഒരു പ്രാസംഗികനായിട്ട് എനിക്ക് മാറണം. मुझे एक कलीसिया के प्रचारक के तौर पे मुझे बदलना है। ആമേൻ. എനിക്ക് ഈ ആത്മനിറവുള്ള യുഗത്തിൽ പ്രാർത്ഥിക്കണം, ആരാധിക്കണം. वो उस पवित्र आत्मा के युग में मुझे प्रार्थना करना है, आराधना करना है। യോഹന്നാന്റെ വാക്കിന്റെ അർത്ഥം ഇതാണ്, കർത്താവേ, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. यूहन्ना बपतिस्मा देने वाला कहता है कि तेरे हाथ से मुझे बपतिस्मा लेने की ज्यादा आवश्यकता है। ആളുകൾ ബഹുമാനത്തോടെ പരീശന്മാരും സദൂക്യരുമെല്ലാം കൂടി നിൽക്കുന്ന പ്രത്യേക അനുഭവത്തിൽ യോഹന്നാന്റെ ഹൃദയത്തിലെ ആവശ്യം കണ്ടോ? കർത്താവേ, ആളുകൾ എന്നെ ബഹുമാനിക്കുന്നു, അവ പരീശന്മാരും ശാസ്ത്രിമാരുമായ സമൂഹത്തിലെ പ്രധാനികൾ എന്റെ ചുറ്റും നിൽക്കുമ്പോഴും ഞാൻ ഇതുകൊണ്ടൊന്നും തൃപ്തനല്ല. എന്റെ ജീവിതത്തിലെ മറ്റൊരാവശ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഞാൻ അങ്ങയോട് തുറന്നു പറയുന്നു, കർത്താവേ, നിന്റെ കരത്താലുള്ള അഭിഷേകത്തിന് നിറവാണ് എനിക്ക് ആവശ്യം. यूहन्ना बपतिस्मा देने वाले के चारों तरफ फरीसी, सदूकी, सभी जो महान लोग वहां खड़े थे, लेकिन यूहन्ना बपतिस्मा देने वाले के लिए ये ज्यादा महत्वपूर्ण नहीं था समाज की इज्जत, समाज का सम्मान, लेकिन उसके लिए ये ज्यादा आवश्यकता थी कि यीशु मसीह के द्वारा बपतिस्मा लेने की आवश्यकता। ആമേൻ. നമുക്കറിയാം, യോഹന്നാനെ ജീവിതത്തിലെ ആവശ്യങ്ങൾ, മാനുഷികമായിട്ട് ആവശ്യങ്ങൾ നിരത്തിയാൽ ഒരുപാട് വിഷയം തനിക്ക് കർത്താവിനോട് ചോദിക്കുവാനുണ്ട്. अगर हम यूहन्ना से पूछें कि यूहन्ना, तुम्हारे पास परमेश्वर से मांगने के लिए बहुत सारी चीजें हैं, കാരണം നമുക്കറിയാം,
ആമേൻ മരുഭൂമിയിൽ ജീവിക്കുന്ന യോഹന്നാൻ हम जानते हैं कि रेगिस्तान में मरुभूमि में जीवन व्यतीत करने वाला यूहन्ना बपतिस्मा തന്റെ देने वाला। ആഹാരക്രമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേ വളരെ ആമേൻ എന്ന് പറഞ്ഞാൽ വെട്ടുക്കിളിയും കാട്ടുതനുമെന്ന് വായിക്കുന്നു. हमें उसके भोजन के बारे में पता है कि वो टिड्डियों को और मधुमेह को खाने वाला एक जन था यूहन्ना बपतिस्मा देने वाला। അപ്പോൾ നല്ലൊരു ആഹാരക്രമമില്ലാത്ത ആമേ യോഹന്നാൻ പറയാൻ, കർത്താവേ എനിക്ക് ഇതുപോലെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പക്ഷേ ആവശ്യങ്ങൾ ലിസ്റ്റ് നിർത്തുമ്പോൾ അതൊന്നുമല്ല കർത്താവേ, എനിക്ക് നിന്നാൽ സ്നാനമേൽക്കുവാനാണ് എനിക്ക് ആവശ്യം. यूहन्ना बपतिस्मा देने वाले के पास भोजन के बारे में उतना अच्छा उसका भोजन नहीं था, लेकिन उन सब से परे उसके लिए एक बहुत महत्वपूर्ण चीज थी, परमेश्वर की पवित्र आत्मा से बपतिस्मा लेने की। തന്റെ വസ്ത്രധാരണം നമുക്കറിയാം, ഒട്ടകരോമ കൊണ്ടുള്ള ഉടുപ്പെടുത്ത ഒരു സാധാരണ പ്രാകൃതമായ ആമേ സന്യാസ ജീവിതം നയിച്ചിരുന്ന യോഹന്നാൻ സ്നാപകൻ ആമേ തന്റെ വസ്ത്രധാരണത്തെ കുറിച്ചോ ആമേ തന്റെ ഭൗതികമായ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന ആമേ മരുഭൂമിയിലെ സ്ഥിതി മാറുമെന്നോ, ആമേ യോർദാൻ നദിയിലെ ആമേ ഈ പ്രത്യേക അനുഭവങ്ങളെല്ലാം മാറി എനിക്കൊരു നല്ല ഉറച്ച ഭൂമി തരണമെന്നോ ഒന്നും ആവശ്യങ്ങളൊന്നും പറയാതെ താൻ പറയുന്നു, ഭൗതികമായിട്ട് ഒരു ആവശ്യങ്ങളും ഉണർത്തിക്കാതെ താൻ പറയും, കർത്താവേ എനിക്ക് ഈ ആത്മയുഗത്തിൽ ജീവിക്കണം. हर आवश्यकताओं से परे होकर, हर आवश्यकताओं से बढ़कर उसके पास अच्छा वस्त्र नहीं था। वहां इस प्रकार लिखा है, ऊंट के रोम का वस्त्र पहनने वाला यूहन्ना बपतिस्मा देने वाले के पास कई सारी आवश्यकताएं थी, लेकिन उन आवश्यकताओं से परे, उन आवश्यकताओं से बढ़कर पवित्र आत्मा से बपतिस्मा लेने की एक आवश्यकता उसके हृदय में थी। ആളുകളെ സന്തോഷിപ്പിക്കുന്ന നല്ലൊരു ശുദ്ധമായ ഉച്ചാരണ രീതികൾ പോലും ഇല്ലാത്ത യോഹന്നാൻ സ്നാപകൻ लोगों को खुश करने के एक अच्छी भाषा उसके पास नहीं थी। ആമേ ഒരുപാട് ആവശ്യങ്ങളുടെ ലിസ്റ്റുകൾ നിരത്തിയാൽ യോഹന്നാന് യേശുവിന് പറയുവാൻ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പക്ഷേ ഈ പറയപ്പെട്ട ആവശ്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ആമേ യേശുവിന്റെ മുഖത്തേക്ക് നിങ്ങൾക്ക് പറയുന്നു, കർത്താവേ ആമേ നിന്നാൽ സ്നാനമേൽക്കുവാനാണ് എനിക്ക് ആവശ്യം. कई सारी आवश्यकताएं उसके जीवन में थी, लेकिन उन सभी आवश्यकताओं को एक किनारे हटाकर वो इस बात को कहता है कि प्रभु मुझे एक आवश्यकता है, आत्मा से भरने की आवश्यकता। രാവിലെ സന്ദേശം ശ്രമിക്കുമ്പോൾ ആമേ നമ്മുടെ പ്രാർത്ഥന ലിസ്റ്റിൽ ആത്മനിറവിന്റെ പ്രാധാന്യം എത്രയാണെന്ന് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ശോധന ചെയ്യാം. एक और बार हम आज की सुबह में ध्यान देने की आवश्यकता है कि हमारे प्रार्थनाओं में पवित्र आत्मा की भरपूरी के बारे में हम कितनी बार परमेश्वर से प्रार्थना करते हैं। അതുകൊണ്ട് കർത്താവിന്റെ വാക്കുകളിലേക്ക് നമ്മൾ വേഗത്തിൽ മടങ്ങി വരികയാണ്. हम परमेश्वर के इन बातों पे, वचनों पे वापस आएंगे। 1-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തികൾ 5-ാമത്തെ വാക്യം, वो प्रेरित काम उसका पहला अध्याय उसके 5वें आयत इस प्रकार यहाँ पे लिखा हुआ है, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, यूहन्ना बपतिस्मा देने वाले ने तो पानी से बपतिस्मा दिया है, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. परंतु थोड़े दिनों के बाद ही पवित्र आत्मा से बपतिस्मा तुम्हें मिलेगा, ये वायदा किया परमेश्वर। അപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കണമേ. കർത്താവ് ഇപ്പോൾ ഇവിടുന്ന് യാത്ര ചെയ്ത് ശിഷ്യന്മാരെ ഏകരാക്കിയിട്ട് സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. देखिए कि परमेश्वर अपने चेलों को छोड़कर, अकेले छोड़कर स्वर्ग की तरफ जा रहा है। ആമേൻ. അപ്പോൾ ശുശ്രൂഷയുടെ പ്രാധാന്യമേറിയ ദിനങ്ങളിലേക്ക് കാലുവയ്ക്കുവാൻ വേണ്ടി ശിഷ്യന്മാരെ ഒരുക്കിയ കർത്താവ് പറയുന്നു, ഞാൻ പോകുകയാണ്. अपनी चेलों की सेवकाई के लिए एक प्रथम, एक जो कदम से पहले वो प्रभु यीशु मसीह कहता है कि मैं जा रहा हूँ। അപ്പോൾ ഏകരായി അവരെ വിട്ടു പോകുവാൻ വേണ്ടി ആമേ കർത്താവ് ഒരുങ്ങിയില്ല. लेकिन परमेश्वर ने अकेला छोड़कर जाने से परमेश्वर नहीं चाहता था। അതാ പറയുന്നു, ഏറെ നാൾ കഴിയും മുമ്പേ वह प्रभु यीशु मसीह कहता है कि थोड़े दिनों के बाद ही നിങ്ങൾ ആത്മാവിൽ നിറയപ്പെടും. तुम सब पवित्र आत्मा से भर जाओ। ദൈവത്തിന്റെ പൈതലേ, ഇന്ന് വളരെ സന്തോഷമുള്ള ഹൃദയമായിട്ട് വചനം ശ്രവിക്കാം. आज के सुबह बड़े आनंद के साथ इस वचन पे ध्यान दे। ആമേൻ. ഈ ആത്മനിറവ് കർത്താവ് വാഗ്ദാനം ചെയ്ത അനുഭവമാണ്. वो जो परमेश्वर ने हमसे वायदा किया है, वो पवित्र आत्मा की भरपूरी से परमेश्वर भरने के एक वायदा किया है। നമുക്ക് ഏറ്റവും അത്യാവശ്യമായ അനുഭവമാണ് ആത്മനിറവ് എന്നുള്ളത്. सबसे बड़ी आवश्यकता है परमेश्वर की आत्मा की भरपूरी। ബാക്കി എല്ലാ നന്മകളും ലഭിക്കുന്നതിന് മുമ്പേ ശിഷ്യന്മാരുടെ മേൽ പകർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തത്തിന് നിവൃത്തിയായിരുന്നു പരിശുദ്ധാത്മാവിന്റെ बाकी നിറവ്. सारी आवश्यकताएं, आशीषें सब एक किनारे तरफ, लेकिन परमेश्वर ने अपने चेलों को पवित्र आत्मा से भरने का वायदा पूरा किया। നാം ഇപ്പോൾ വായിച്ചു വന്ന മത്തായി സുവിശേഷം നാം ഇങ്ങനെ വായിച്ചു. താഴേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്നാനപ്പെടുത്തി, യേശുവിനെ സ്നാനപ്പെടുത്തി, യേശു വെള്ളത്തിന് കയറുമ്പോൾ സ്വർഗം തുറന്നു എന്ന് വായിക്കുന്നു. वहां पे अभी हम जो पढ़ रहे थे मत्ती उसका 3रा अध्याय में, जब हम बपतिस्मा के बारे में पढ़ रहे थे, तो उसके नीचे हम ऐसे पढ़ते हैं, यीशु मसीह पर बपतिस्मा देने के बाद पवित्र आत्मा कबूतर के स्वरूप में आकर यीशु मसीह के पास आया, സ്വർഗം തുറന്നു. स्वर्ग खुल गया। അവൻ വിഷയം ശ്രദ്ധിക്കുക, സ്വർഗം തുറന്നു. वहां पे इस प्रकार लिखा है, स्वर्ग खुल गया। അപ്പോൾ സ്വർഗം തുറന്ന അനുഭവം ഉണ്ടായത് കർത്താവ് വെള്ളത്തിൽ സ്നാനപ്പെട്ട സമയത്താണ്. वो ये स्वर्ग खुलने का जो अनुभव है, उसको परमेश्वर ने जब बपतिस्मा दे रहे थे तब अनुभव किया। പിന്നീടുള്ള ഏകദേശം 3.5 വർഷക്കാലം ആ തുറന്ന സ്വർഗത്തിന് കീഴിലാണ് കർത്താവ് वो ശുശ്രൂഷിച്ചത്. खुले हुए आसमान जो खुला, जब आसमान जो खुल गया, स्वर्ग खुल
गया है। वो 3.5 वर्ष की जो सेवकाई थी, वो स्वर्ग जो खुला हुआ था, उसके साथ परमेश्वर ने सेवकाई ആ की। തുറന്ന സ്വർഗത്തിന്റെ കീഴിലാണ് കർത്താവ് ശുശ്രൂഷിച്ചത്. वो खुले हुए स्वर्ग के नीचे वो परमेश्वर ने अपनी सेवकाई की। അതുകൊണ്ട് ദൂതന്മാർ ഇറങ്ങി വരികയും കയറിപ്പോവുകയും ചെയ്തു. इसलिए हम कई बार ऐसा पढ़ते हैं कि स्वर्गदूत आकर जाते थे। ആ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആമേൻ കബൂतर के समान പ്രാവ് പോലെ ഇറങ്ങി വന്നു. वहां पे इस प्रकार लिखा है, स्वर्ग खुल गया, कबूतर के समान, कबूतर के स्वरूप में पवित्र आत्मा यीशु मसीह पर उतर आया। ആ സ്വർഗത്തിന്റെ കീഴിൽ തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ കർത്താവ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. वो स्वर्ग जो खुला हुआ है, उसके नीचे ही बैठकर प्रभु यीशु मसीह प्रार्थना करते हैं। ആ തുറന്ന സ്വർഗത്തിൽ നിന്ന് പിതാവ് സംസാരിക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. वो स्वर्ग खुला हुआ है, वहां पे जो खुला हुआ स्वर्ग से परमेश्वर कहता है कि ये मेरा प्रिय पुत्र है। പിന്നീടുള്ള 3.5 വർഷത്തെ ശുശ്രൂഷയും ആ തുറന്ന സ്വർഗത്തെ കീഴിലായിരുന്നു फिर കർത്താവ് वो जो ശുശ്രൂഷിച്ചത്. आगे का 3.5 वर्ष की जो सेवकाई है, वो स्वर्ग जो खुला हुआ है, उसके नीचे परमेश्वर ने सेवकाई की। യേശു മസീഹ് ഇന്ന് യേശു രാവിലെ മസീഹ്. ശ്രദ്ധിക്കുക, ഹല്ലേലൂയ, ആമേ തുറന്ന സ്വർഗത്തിന് കീഴിലാണ് കർത്താവ് ശുശ്രൂഷിച്ചത്. एक बात हम जान लें कि प्रभु यीशु मसीह ने वो खुले स्वर्ग के नीचे ही सेवकाई की। ആ തുറന്ന സ്വർഗത്തിലെ അനുഭവമാണ് കർത്താവ് 3 വർഷം അനുഭവിച്ചത്. 3.5 वर्ष की जो सेवकाई थी, वो खुले हुए स्वर्ग के नीचे परमेश्वर ने വളരെ अनुभव किया। വളരെ ശ്രദ്ധയോടെ ഇന്ന് രാവിലെ ഈ വാക്കുകൾ ശ്രദ്ധിക്കണമേ. बड़े ध्यान के साथ आज की सुबह इस वचन पे ध्यान दें। ആമേ തിരിച്ചു മടങ്ങി പോകുമ്പോൾ जब दोबारा पीछे जब जाएंगे तो യേശു തിരിച്ചു സ്വർഗത്തിലേക്ക് കടന്നു जब यीशु പോയപ്പോൾ मसीह जब दोबारा स्वर्ग में जब जा रहा है तो ആമേൻ ആ സ്വർഗം അടച്ചിട്ടിട്ടല്ല കടന്നു പോയത്. वो यीशु मसीह ने स्वर्ग को बंद करके नहीं गया। ഇന്ന് രാവിലെ വളരെ ശ്രദ്ധയോടെ വാക്കുകൾ ശ്രദ്ധിക്കണമേ. एक बात को हम ध्यान से सुन ले आज के ആമേ सुबह। കർത്താവ് പറയുന്നു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. वो यीशु मसीह कहता है कि मेरा जाना तुम्हारे लिए प्रयोजन है, आमीन। अच्छी बात है। ആമേൻ നാം വായിക്കുന്നു, ആമേൻ യേശു തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ 3.5 വർഷം ശുശ്രൂഷിച്ച് ആ ശുശ്രൂഷകൾ വളരെ വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം ആമേൻ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ പറയുന്നു, ആമേൻ നിങ്ങൾ യോഹന്നാനാൽ സ്നാനമേറ്റു ശരിയാ, പക്ഷേ ഏറെ നാൾ കഴിയും മുമ്പേ ആമേൻ നിങ്ങൾക്ക് വേണ്ടിയും സ്വർഗം തുറക്കപ്പെടുവാൻ പോകുകയാണ്. खुले स्वर्ग के नीचे 3.5 वर्ष सेवा करने के बाद, पूरे विजय के साथ सेवा करने के बाद प्रभु यीशु मसीह जब दोबारा जब स्वर्ग की तरफ जा रहा है, तो यीशु मसीह कहता है कि जो तुमने बपतिस्मा लिया है वो पानी का बपतिस्मा है, लेकिन थोड़े दिनों के बाद ही तुम पवित्र आत्मा का बपतिस्मा मिलने वाला है। 3.5 വർഷത്തെ തുറന്ന സ്വർഗത്തിന് കീഴിൽ ശുശ്രൂഷിച്ച കർത്താവ് ശിഷ്യന്മാരെയും ആമേ അതേ തുറന്ന സ്വർഗത്തിന് കീഴിൽ നിൽക്കുവാനും നിർത്തുവാനും പ്രസംഗിക്കുവാനും പ്രാപ്തരാക്കിയിട്ടാണ് മടങ്ങിപ്പോകുന്നത്. 3.5 वर्ष खुले स्वर्ग के नीचे सेवा करने वाला परमेश्वर जब जाते समय परमेश्वर अपने यीशु मसीह अपने चेलों से कहता है कि वो पवित्र आत्मा का बपतिस्मा तुम्हें मिलने वाला है। ദൈവദാസന്മാരെ, ആത്മാവിൽ എത്ര പേർക്ക് ഈ സന്ദേശത്തിൽ സന്തോഷമുണ്ട്? തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവരാണ് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, ദൈവദാസിമാർ. प्रभु के दास कितने लोग आज के सुबह आज के समय ये ध्यान देंगे कि खुले स्वर्ग के नीचे हम परमेश्वर की सेवा करते हैं। അതുകൊണ്ടാണ് നാം ആത്മാവിൽ നിറയപ്പെടുന്നത്. इसलिए हम परमेश्वर की आत्मा से भरते हैं। അതുകൊണ്ടാണ് നാം ആത്മാവിന്റെ ശബ്ദങ്ങളെ കേൾക്കുന്നത്. इसलिए हम परमेश्वर की आत्मा के द्वारा दिए गए वचनों पे ध्यान देते ആമേ हैं। സ്വർഗദൂതന്മാരുടെ കൂടെ നടക്കുന്നത് സ്വർഗം തുറന്നിരിക്കുന്നത് കൊണ്ടാണ്. स्वर्गदूतों के साथ हम चलते हैं, इसका कारण यह है कि स्वर्ग खुला हुआ है। ആമേ കർത്താവ് പറയുന്നു, ഏറെ നാൾ കഴിയും മുമ്പേ लेकिन परमेश्वर कहता है थोड़े दिनों के बाद ही ആമേ നിങ്ങൾ ആത്മാവിൽ നിറയപ്പെടും. तुम सबको पवित्र आत्मा से भर दिया जाए। ആമേൻ ആ കാര്യം സംഭവിച്ചു എന്ന് വേദപുസ്തകം സാക്ഷ്യം പറയുന്നു. वहां पे इस प्रकार वचन की गवाही देता है कि वो घटना घटी हुई। 2-1 വാക്യം നമുക്കറിയാം, വീണ്ടും സ്വർഗം തുറക്കപ്പെടുകയാണ്. फिर उसका दूसरा अध्याय इसी किताब का दूसरे अध्याय में इस प्रकार लिखा हुआ है। ആമേ 1-ാം അധ്യായത്തിൽ യേശു സ്വർഗത്തിലേക്ക് പോകുന്നു, മേഘം യേശുവിനെ മൂടി എന്ന് വായിക്കുന്നു. पहला जो अध्याय है, यीशु मसीह स्वर्ग की तरफ जा रहा है, बादलों ने यीशु मसीह को घेर लिया है। ആമേൻ വീണ്ടും 2-ാം അധ്യായത്തിൽ സ്വർഗം തുറക്കപ്പെടുകയാണ്. दूसरे अध्याय में वापस स्वर्ग खुल जाता है। ആമേൻ സ്വർഗം തുറക്കപ്പെടുന്നു. स्वर्ग खुलता है, ആമേൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. पवित्र आत्मा नीचे उतर आता है। ആമേൻ ശിഷ്യന്മാരുടെ മേൽ ആത്മാവിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുന്നു. जो परमेश्वर का आत्मा है वो चेलों के ऊपर प्रबल होता है, प्रकट करता है। അഗ്നിനാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. अग्नि जीवों के समान उन्हें वो नजर आता है। അത് അവരുടെ എല്ലാവരുടെ മേൽ പതിഞ്ഞു എന്ന് വായിക്കുന്നു. सबके ऊपर आके ठहर गया है, ऐसा लिखा ആമേൻ है। അവരെല്ലാം ആത്മാവിൽ നിറയപ്പെട്ടു. वो सब पवित्र आत्मा भर चुके हैं, ऐसा लिखा है। വായിക്കുന്നു, അവരെല്ലാം അന്യഭാഷ സംസാരിച്ചു തുടങ്ങി എന്ന് വായിക്കുന്നു. वहां पे ऐसा लिखा है कि वो उन सबों ने अन्य भाषाओं से प्रार्थना करना, आराधना करना शुरू कर दिया। ആമേൻ വായിക്കുന്നു, യെരുശലേമിന്റെ മണ്ണിൽ തുറന്ന സ്വർഗത്തിന് കീഴിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നു. यरूशलेम की भूमि में खुला हुआ स्वर्ग के नीचे वो परमेश्वर की आराधना करते हैं। ആമേൻ കൂടി വന്നിരുന്നവർ ചോദിക്കുന്നു, ആമേൻ അവർ ആശ്രയത്തോടെ കൂടി വന്നപ്പോൾ ആമേൻ ശിഷ്യന്മാർ പറയുന്നു, ഇത് ആമേൻ ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമായ ആമേൻ പരിശുദ്ധാത്മാ
പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങി വരവ് നടന്ന നിമിഷങ്ങളാണ്. आस पड़ोस में लोग जब आश्रय के साथ बैठे थे तो परमेश्वर के चेले कहते हैं कि जो वायदा किया, वो जो वायदा था, परमेश्वर ने जो वायदा किया था वो वायदा पूरा हो चुका है। ഏറെ നാൾ കഴിയും മുമ്പേ थोड़े दिनों के बाद ही ആമേ നിങ്ങൾ ആത്മാവിൽ നിറയപ്പെടും. तुम सब पवित्र आत्मा से भर जाओगे। ആമേ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം പെന്തക്കോസ്ത് जो നിവൃത്തിയാകുകയാണ്. परमेश्वर ने वायदा किया था वो पेंतिकोस्त के दिन पूरा हो जाता है। ആമേ ആത്മനിറവിന്റെ യുഗത്തിലാണ്, തുറന്ന സ്വർഗ്ഗത്തിന് കീഴിലാണ് ഇന്ന് രാവിലെ നമ്മളും हम ഒരുമിച്ചായിരിക്കുന്നത്. सब आज के दिन में खुले स्वर्ग के नीचे पवित्र आत्मा के युग में सेवा करते हैं। അടഞ്ഞു കിടക്കുന്ന സ്വർഗ്ഗത്തിന്റെ ആമേ താഴെ ഇരുന്ന് നിലവിളിക്കുന്നവരല്ല നാം. പിന്നെയോ ഹല്ലേലൂയ, നമുക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. बंद हुए स्वर्ग के नीचे हम सेवा नहीं करते, हमारे लिए स्वर्ग खुला हुआ है। ആമേ ഇന്ന് രാവിലെ ശ്രദ്ധിക്കണമേ, ആമേ ആത്മയുഗത്തെ ജീവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കി. हम लोग एक बात को ध्यान दे कि परमेश्वर ने इस पवित्र आत्मा के युग में हमें सेवा करने के लिए परमेश्वर ने हमें सौभाग्य दिया। ഏറെ നാൾ കഴിയും മുമ്പേ വാഗ്ദാനം ചെയ്ത വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ടെങ്കിൽ ഹല്ലേലൂയ, ആ പെന്തക്കോസ്തിന്റെ പിൻതലമുറക്കാരായ നാം ആമേ 2025 രാവിലെ ഇവിടെ നിന്ന് ഇങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം ആത്മാവിൽ ആ ദർശനം കാണാം. ഹല്ലേലൂയ, നമുക്ക് മുമ്പിൽ ആമേ നമുക്ക് മുകളിൽ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുകയാണ്. जो परमेश्वर ने वायदा किया था वो वायदा पेंतिकोस्त के दिन अगर पूरा हुआ है तो आज के सुबह हम जब अलग अलग कोने में हम बैठे हैं तो एक बात को ध्यान दे, स्वर्ग हमारे लिए खुला हुआ है। ആമേ യെരൂശലേമിന്റെ മുകളിൽ സ്വർഗം തുറന്നപ്പോൾ യെരൂശലേമിൽ ഉണർവുണ്ടായി. यरूशलेम के ऊपर जब स्वर्ग खुल गया तो यरूशलेम में एक बेदारी आई। ആമേ അവിടെ 3000 പേർ അന്ന് ഒറ്റ ദിവസം കൊണ്ട് രക്ഷിക്കപ്പെടുന്നു. उसी एक ही दिन में 3,500 लोग 3,000 लोग एक ही दिन में परमेश्वर को जान गए थे। ആ തുറന്ന സ്വർഗത്തിന് കീഴിൽ ശിഷ്യന്മാർ നടന്നിടത്തെല്ലാം ആമേൻ ശിഷ്യന്മാരുടെ എണ്ണം, വിശ്വാസികളുടെ എണ്ണം പെരുകി വരികയാണ്. खुले स्वर्ग के नीचे जितने भी परमेश्वर के चेले जब चलकर सेवा कर रहे थे, वो जहां जहां जा रहे थे वहां पे प्रभु यीशु मसीह के वचन प्रचार कर रहे थे। അഭിഷിക്തന്മാർ ആ തുറന്ന സ്വർഗത്തിന് കീഴിൽ ശുശ്രൂഷിക്കുന്നു. अभिषिक्त जन थे, वो खुले स्वर्ग के नीचे परमेश्वर की आराधना करते थे। ദേശങ്ങളെ അവർ വിശ്വാസത്താൽ പിടിച്ചടക്കി. देशों को उन्होंने अधीन कर दिया था। പിശാചിന്റെ മണ്ഡലങ്ങളെ അവർ ആ തുറന്ന സ്വർഗത്തിന് കീഴിൽ ആമേ വരുതിയിലാക്കി. शैतान के जो गढ़ थे उनको, जो खुले स्वर्ग के नीचे जो शैतान के गढ़ थे उन सबको उन्होंने वश में कर ആ दिया। തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ അവർ രോഗികളെ സൗഖ്യമാക്കി. वो खुले स्वर्ग के नीचे खड़े होकर उन्होंने रोगियों को चंगा किया। ആമേ തുറന്ന സ്വർഗത്തിന് കീഴിൽ സൂക്ഷിച്ചപ്പോൾ അടഞ്ഞു കിടന്ന ജയിലുകളുടെ വാതിലുകൾ തുറന്നു വന്നു. खुले स्वर्ग के नीचे जब उन्होंने सेवा किया तो जो बंदी गृह जो बंद थे वो खुल गए। ആ തുറന്ന സ്വർഗത്തിന് കീഴിൽ ശുശ്രൂഷിച്ചവരുടെ മുമ്പിൽ പിശാച് അടച്ച വാതിലുകൾ തുറന്നു വന്നു. जब खुले स्वर्ग के नीचे जब उन्होंने सेवा किया तो जो शैतान ने जो दरवाजे बंद किए थे वो खुल गए। ആ തുറന്ന സ്വർഗത്തിന് കീഴിൽ സൂക്ഷിച്ചപ്പോൾ പലർക്കും സുവിശേഷത്തിന്റെ വാതിലുകൾ സ്വർഗം തുറന്നു. जो खुला स्वर्ग था उसके नीचे जिन्होंने परमेश्वर की सेवा की, उनकी जो दरवाजे बंद थे वो सब खुल गए। ആമേൻ. ഇന്ന് രാവിലെ ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ, നാം സ്വർഗത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ ശുശ്രൂഷിക്കുന്നവർ. एक बार हम जान ले कि हम जो परमेश्वर की सेवा करते हैं वो परमेश्वर स्वर्ग जो खुला हुआ उसके नीचे सेवा करते हैं। ആമേ, തുറന്ന സ്വർഗത്തിന്റെ കീഴിലാണ് നാം ശുശ്രൂഷിക്കുന്നത്. खुला हुआ स्वर्ग के नीचे हम परमेश्वर की सेवा करते हैं। ആമേ. നമ്മുടെ മുമ്പിൽ ആർക്ക് വാതിലടപ്പാൻ കഴിയും? हमारे सामने कौन दरवाजे बंद कर सकता है? ആമേ. നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളില്ല. हमारे सामने ऐसा कोई दरवाजा नहीं जो बंद है। സുവിശേഷത്തിന്റെ വാതിൽ നമുക്ക് മുമ്പിൽ ആർക്കടപ്പാൻ കഴിയും? समाचार सेवा का जो दरवाजा है वो कौन बंद कर सकता ആമേ. है? കാരണം ഹല്ലേലൂയ, നമുക്ക് മുമ്പിൽ സ്വർഗം തുറന്നു കിടക്കുന്നു. उसका कारण ये है कि हमारे ऊपर स्वर्ग खुला हुआ है। ആമേ. തുറന്ന സ്വർഗത്തിന് കീഴിൽ നാം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു. खुला हुआ स्वर्ग के नीचे हम परमेश्वर की आराधना ആ करते हैं। തുറന്ന സ്വർഗത്തിന് കീഴിൽ നാം ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു. परमेश्वर के जो खुला हुआ स्वर्ग के नीचे बैठकर हम आमेन। पवित्र आत्मा से भरकर सेवा करते हैं। നാം ഗ്രാമത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ഗ്രാമത്തിന് മുകളിൽ സ്വർഗം തുറന്നു हम കിടക്കുന്നു. जिन जिन गाँव में जाकर सेवा करते हैं उन गाँवों के ऊपर स्वर्ग खुला हुआ है। വിരോധികളുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ സ്വർഗം തുറന്നു കിടക്കുകയാണ്. विरोधियों के मध्य में हम खड़े हुए हैं, हमारे ऊपर स्वर्ग खुला हुआ है। അതിന് രാവിലെ ശ്രദ്ധിക്കണമേ, പ്രതികൂലങ്ങളുടെ നടുവിൽ നാം ഞെരുങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഉയരത്തിൽ, നമ്മുടെ മുകളിൽ ഒരു തുറന്ന സ്വർഗമുണ്ട്. प्रतिकूल परिस्थिति में जब हम लोग पूरे समस्याओं से घिरे होते हैं तो हम लोग एक बात जान ले, हमारे ऊपर स्वर्ग खुला हुआ है। ഇന്ന് രാവിലെ അഭിഷിക്തന്മാരെ ശ്രദ്ധിക്കണമേ, ആമേ, വലിയ പ്രതികൂലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, अभिषेक जन लोग आज की सुबह ध्यान ले कि जब हम लोग प्रतिकूल परिस्थितियों से होकर जब हम लोग चल रहे हैं तो ആമേ, നമ്മുടെ മുമ്പിൽ ഒരു തുറന്ന സ്വർഗമുണ്ട്. हमारे ऊपर एक स्वर्ग खुला हुआ है। ആ തുറന്ന സ്വർഗത്തിന് കീഴിലൂടെ നാം യാത്ര ചെയ്യുകയാ. हम उस खुले हुए स्वर्ग के मध्य से हम परमेश्वर की सेवा कर रहे हैं, यात्रा कर रहे हैं। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ശിഷ്യന്മാർ പോയിടത്തെല്ലാം
ദൈവസഭ സ്ഥാപിച്ചു. जहां जहां चले गए वहां पे परमेश्वर की कलीसिया को स्थापना हुई। ആമേൻ. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ ഉറക്കെ പ്രഖ്യാപിച്ചു. वो जो परमेश्वर ने जो उन्हें बताया था उन्होंने बड़े ही उन्होंने घोषणा किया। ആമേൻ. അവർ യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ടു പോയി. यरूशलेम से बाहर निकले, അവർ യഹൂദിയിൽ വന്നു, वो यहूदिया में आए, ശമരിയിൽ വന്നു, सामरिया में आए, ഭൂമിയുടെ അറ്റത്തോളം യാത്ര ചെയ്യുകയാണ്. दुनिया के कोने कोने तक उन्होंने परमेश्वर की सेवा किया। റോമൻ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായ റോമിൽ സഭ സ്ഥാപിക്കുന്നു. जो रोमी सरकार का जो केंद्र था रोम, वहां पे उन्होंने परमेश्वर की कलीसिया की स्थापना करी। പാപത്തിന്റെ പാപികളുടെ നടുവിൽ എന്ന് പറഞ്ഞാൽ കുരിന്ത് പോലുള്ള പട്ടണങ്ങളിൽ അവർ ദൈവസഭ कोरिन्थ സ്ഥാപിക്കുകയാണ്. नामक शहर जो पापियों के लिए जाना जाता था, उनके मध्य में परमेश्वर की कलीसिया की स्थापना करी। പിശാചിന്റെ കേന്ദ്ര സ്ഥലമായ എഫസോസ് തുടങ്ങിയ ഇടങ്ങളിൽ ശക്തമായ സഭകൾ സ്ഥാപിക്കുന്നു. एफेसुस जैसी जगह जहां पे शैतान के कार्य प्रबल थे, उनके मध्य में उनके बीच में जाकर कलीसिया की स्थापना करने के लिए चेलों को परमेश्वर ने बताया। പ്രാകൃതന്മാർ താമസിക്കുന്ന മാൾട്ട പോലുള്ള ദ്വീപുകളിൽ ദൈവസഭ സ്ഥാപിക്കുന്നു. माल्टा जैसी द्वीपों में परमेश्वर की कलीसिया को स्थापना करने के लिए परमेश्वर ने मदद की। ഇന്ന് രാവിലെ ശ്രദ്ധിക്കണമേ, നമ്മുടെ മുമ്പിൽ സ്വർഗം തുറന്നു आज की കിടക്കുകയാണ്. सुबह में एक बात को ध्यान दे कि हमारे ऊपर स्वर्ग खुला हुआ है। കർത്താവ് പറഞ്ഞു, നിങ്ങൾ യോഹന്നാനാൽ സ്നാനമേറ്റവർ, परमेश्वर ने कहा कि तुम सबने यूहन्ना बपतिस्मा देने वाले से बपतिस्मा लिया, എന്നാൽ ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾ ആത്മാവ് നിറയപ്പെടും. लेकिन थोड़े दिनों के बाद ही तुम सबको पवित्र आत्मा को बपतिस्मा मिलने वाला है। ഈ ആത്മനിറവില്ലാതെയുള്ള ശുശ്രൂഷകൾ ये പരാജയമായിരിക്കും. आत्मा के बिना बपतिस्मा के बिना आत्मा के बपतिस्मा के बिना जो सेवा है वो पराजय का सेवा है। യേശു പറയും, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുവാൻ പോകുന്നു. यीशु मसीह कहता है तुम्हारे लिए स्वर्ग खुलने वाला है, ആമേൻ. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുവാൻ तुम्हारे പോകുന്നു. लिए स्वर्ग खुलने वाला है। ആ സ്വർഗം നമുക്ക് വേണ്ടി പെന്തക്കോസ്ത് നാൾ തുറന്നെങ്കിൽ, वो हमारे लिए अगर वो स्वर्ग खुल गया है तो ആമേൻ, ഇന്ന് രാവിലെ ആത്മാവിൽ പറയാമോ? आज सुबह कितने लोग कह सकते हैं, ആമേൻ, ഞാൻ തുറന്ന സ്വർഗത്തെ കീഴിലിരുന്ന് ശുശ്രൂഷിക്കുന്നു. कितने लोग कह सकते हैं कि मैं खुले हुए स्वर्ग के नीचे परमेश्वर की आराधना करता हूं। ആമേൻ. ദൈവം എനിക്ക് വേണ്ടി സ്വർഗം തുറന്നതിനായി സ്തോത്രം ചെയ്യുന്നു. प्रभु हमारे लिए स्वर्ग खोला, प्रभु को धन्यवाद करें। യോഹന്നാനെ വാതിലടച്ച ഡൊമിഷ്യൻ കൈസർ പത്മോസിലേക്ക് നാട് കടത്തിയിരുന്നു. यूहन्ना को कैसर ने उनको यूहन्ना को उठा के एक द्वीप में डाल दिया था। പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. पद्मोस द्वीप में यूहन्ना को डाल दिया था। എല്ലാ വാതിലും അടച്ചു. सभी दरवाजे बंद कर दिए। നിനക്ക് മടങ്ങി വരവില്ല. अभी तुमको वापस आने की कोई ऐसा कोई रास्ता नहीं बचा है। വൃദ്ധനായ യോഹന്നാനെ, നിനക്കൊരു മടക്കയാത്രയില്ല. जो बुजुर्ग यूहन्ना है उसके लिए कोई और दरवाजा नहीं आने के लिए। മുഴു ലോകവും പറഞ്ഞു, നിന്റെ മുമ്പിൽ സകല വാതിലും അടഞ്ഞു. पूरी दुनिया कह रही थी कि यूहन्ना तुम्हारे लिए सारे दरवाजे बंद हो चुके हैं। ആമേൻ. റോമൻ ഭരണകൂടം പറഞ്ഞു, യോഹന്നാനെ, നിന്റെ മുമ്പിൽ ഞങ്ങൾ എല്ലാ വാതിലും അടച്ചിരിക്കുക. जो रोमी सरकार थी वो कहती थी कि तुम्हारे सभी रास्ते हमने बंद कर दिए। നാലാം അധ്യായം ഒന്നാമത്തെ വാക്യം പ്രകാശിത വാക്യം. प्रकाशित वाक्य उसका चौथा अध्याय उसका पहले आयत में इस प्रकार लिखा हुआ है। വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം ഒന്നാം വാക്യം. प्रकाशित वाक्य उसका चौथा अध्याय उसका पहले आयत में इस प्रकार लिखा हुआ है। ലോകം മുഴുവൻ വാതിലടച്ചെങ്കിലും जब पूरी दुनिया ने रास्ता बंद कर दिया था, ആമേ സ്വർഗം തുറക്കപ്പെടുകയാണ്. स्वर्ग खुल जाता है। ആമേ യോഹന്നാന് വേണ്ടി സ്വർഗം തുറക്കപ്പെടും. यूहन्ना के लिए स्वर्ग खुल जाता है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। യോഹന്നാന് വേണ്ടി തുറന്ന സ്വർഗം. यूहन्ना के लिए जो स्वर्ग खुल വിശുദ്ധ गया। വേദപുസ്തകത്തിൽ സ്വർഗം തുറന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. कई ऐसे अनुभव हैं इस वचन में। ശിഷ്യന്മാർക്ക് വേണ്ടി പലയിടങ്ങളിൽ സ്വർഗം തുറന്നിരുന്നു. शिष्यों के लिए अलग अलग जगहों में परमेश्वर ने अपना स्वर्ग को खोला। ഇന്ന് രാവിലെ ആത്മാവിൽ പറയാമോ? कितने लोग आत्मा से भरकर कह सकते ആമേ, हैं, ലോകം പല വാതിലും അടയ്ക്കുമ്പോഴും जब संसार हमारे रास्ते बंद करता है ആമേ നമുക്ക് വേണ്ടി തുറന്നൊരു സ്വർഗമുണ്ട്. हमारे लिए एक स्वर्ग खुला हुआ है। ഹല്ലേലൂയ. हालेलुया। നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഉയരങ്ങളിൽ, നമ്മുടെ മുകളിൽ സ്വർഗം തുറന്നിരിക്കുന്നു. हमारे ऊपर एक स्वर्ग खुला हुआ है। അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഹല്ലേലൂയ, നിങ്ങൾ ഏറെ നാൾ കഴിയും മുമ്പേ ആത്മാവിൽ നിറയപ്പെടും. ये यीशु मसीह कहता है कि थोड़े दिन बाद तुम्हें पवित्र आत्मा से बपतिस्मा मिलेगा। ആമേ, തുറന്ന സ്വർഗത്തിന് കീഴിൽ യേശു ക്രിസ്തു ശുശ്രൂഷ ആരംഭിച്ചു. स्वर्ग जो खुला हुआ है उसके नीचे परमेश्वर ने अपनी सेवकाई करी। ആമേൻ. ആമേന് ശേഷം ശിഷ്യന്മാരെയും അതേ ഇടത്ത് ശുശ്രൂഷിക്കാൻ കർത്താവ് ആഗ്രഹിച്ചു. उसके बाद उसी जगह में यीशु मसीह ने अपने चेलों को सेवा करने के लिए मदद की। അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ സ്വർഗം തുറന്നത്. इसलिए पेंटेकोस्त के दिन वो स्वर्ग खुल गया। ഈ തുറന്ന സ്വർഗത്തിന് കീഴിൽ इसी खुले स्वर्ग के नीचे ആത്മാവ് നമുക്ക് ശുശ്രൂഷിക്കാം. आत्मा से भरकर हमें सेवा करना है। ഭയമില്ലാതെ പ്രസംഗിക്കാം. बिना किसी भय से हमें सेवा करना है। ആമേ, കുടുംബാന്തരീക്ഷങ്ങളിൽ ആത്മാവിന് വലിയ അനുഭവം ഉണ്ടാകട്ടെ. पवित्र आत्मा हमारे परिवारों के बीच में कार्य करने पाए। തുറന്ന സ്വർഗത്തിന് കീഴിൽ നമുക്ക് ആത്മാവിൽ ശുശ്രൂഷിക്കാം. खुले स्वर्ग के नीचे हम परमेश्वर की आत्मा से भरकर परमेश्वर की सेवा करें। കർത്താവ് പറയുന്നു, നിങ്ങൾ സ്നാനപ്പെട്ടവരാണ് യോഹന്നാന്റെ കരത്താൽ. वो परमेश्वर कहता है कि तुम सबने यूहन्ना बपतिस्मा देने वाले के हाथ से बपतिस्मा तो लिया है, പക്ഷേ പുതിയ നിയമയുഗത്തിൽ लेकिन ആ नए नियम സ്നാനം के युग में जो ये जो बपतिस्मा है, ആ സ്നാനം പര്യാപ്തമല്ല. നിങ്ങൾക്ക് വീണ്ടും ആത്മാവിന്റെ സ്ഥാനം ये പ്രാപിക്കണം. बपतिस्मा तुम्हारे लिए पर्याप्त नहीं, हमें एक दोबारा एक बपतिस्मा लेना है। അതുകൊണ്ട് കർത്താവിന്റെ മേൽ ആത്മാവിനെ പകരുകയാണ്. इसलिए वो प्रभु यीशु मसीह आत्मा उनके ऊपर प्रबल करता है। ഏത് ആത്മാവിനാൽ കർത്താവ് ശുശ്രൂഷിച്ചുവോ, जिस आत्मा से परमेश्वर ने सेवा किया है, സെയിം ആത്മാവിനാൽ, അതേ ആത്മാവിനാൽ उसी आत्मा से होकर यीशु मसीह ने
ശിഷ്യന്മാർ ആത്മാവിൽ ആമേൻ ശുശ്രൂഷ ആരംഭിക്കുന്നു. वो परमेश्वर के चेले ने उसी आत्मा से परमेश्वर की सेवा की। ഇന്ന് രാവിലെയും അതേ ആത്മാവിൽ നാം ഈ വചനം ശുശ്രൂഷിക്കുന്നു. आज की सुबह भी आज हम उसी आत्मा से परमेश्वर की सेवा करते हैं। അതേ ആത്മാവിൽ നാം ഈ വചനം उसी ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. आत्मा से भरकर हम इस वचन को ध्यान दे रहे हैं। ആമേൻ. ഇന്ന് രാവിലെ ആത്മാവിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. आज की सुबह मैं इन बातों को कहकर समाप्त करना चाहता എന്നോട് हूँ। കൂടി ആത്മാവിൽ പറയാൻ ആഗ്രഹമുള്ളവർക്ക് പറയാം. कितने लोग आत्मा से भरकर मेरे साथ ये कह सकते ഇന്ന് हैं। രാവിലെ ഞങ്ങൾ ആത്മാവിൽ റായ്ബറേലിയിൽ ആത്മാവിൽ ഞങ്ങൾ ആമേൻ ഘോഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ റായ്ബറേലിക്ക് മുകളിൽ സ്വർഗം തുറന്നിരിക്കുന്നു. हम एक बात को बड़ी घोषणा के साथ आत्मा से भरकर कहते हैं कि रायबरेली के ऊपर स्वर्ग खुला हो। ഞങ്ങൾ ആത്മാവിൽ ഇന്ന് രാവിലെ ഏകമനസ്സോടെ ആ കാര്യം പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ഇരിക്കുന്ന റായ്ബറേലിക്ക് മുകളിൽ സ്വർഗം തുറന്നിരിക്കുന്നു. हम ये बात को आत्मा से भरकर घोषणा करते हैं कि हमारे ऊपर स्वर्ग खुला हुआ है। ഉത്തർപ്രദേശിന് മുകളിൽ സ്വർഗം തുറന്നിരിക്കുന്നു. उत्तर प्रदेश जो राज्य है उसके ऊपर स्वर्ग खुला हुआ है। രാവിലെ ആത്മാവിൽ പറയാമോ മഹാരാഷ്ട്രയ്ക്ക് മുകളിൽ സ്വർഗം തുറന്നിരിക്കുന്നു. कितने लोग कह सकते हैं कि महाराष्ट्र के जो राज्य है उसके ऊपर स्वर्ग खुला हुआ है। ഞാൻ ഇരിക്കുന്ന പട്ടണത്തിന് മുകളിൽ സ്വർഗം തുറന്നിരിക്കുന്നു. जिस शहर में मैं बैठा हूँ उसके ऊपर स्वर्ग खुला हुआ है। രാവിലെ ആത്മാവിലെ ദർശനം കാണാമോ ഹല്ലേലൂയ. ഭാരതത്തിന് മുകളിൽ സ്വർഗം कितने തുറന്നിരിക്കുന്നു. लोग कह सकते हैं ये आत्मा के दर्शन से कह सकते हैं कि भारत के ऊपर स्वर्ग खुला हुआ है। ആമേൻ. നമ്മുടെ മുകളിൽ സ്വർഗം തുറന്നാൽ ആർക്ക് ഈ വാതിൽ നമ്മുടെ മുമ്പിൽ അടപ്പാൻ കഴിയും? हमारे ऊपर जो स्वर्ग खुला हुआ है कौन हमारे दरवाजे बंद कर सकता है? യെസ് ആമേൻ. നമ്മൾ തുറന്ന സ്വർഗത്തിന് കീഴിൽ ശുശ്രൂഷിക്കുന്നവർ. हम जो स्वर्ग खुला हुआ है उसके नीचे हम सेवा करने वाले യെസ് हैं। ആത്മാവിൽ പറയാമോ സ്വർഗം എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. कितने लोग कह सकते हैं कि स्वर्ग हमारे लिए खुल गया है। നമുക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി വരുന്നു. हमारे लिए स्वर्गदूत आते हैं। നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരികയാണ്. हमारे लिए ही वो परमेश्वर की शक्ति धरती पर आती है। ആമേൻ. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ആമേൻ വചനം വെളിപ്പെട്ട് വരുന്നു. हमारे लिए ही स्वर्ग से वो परमेश्वर का वचन नीचे आता है। ആമേൻ. മുഴു സ്വർഗവും നമ്മോട് കൂടി ഉണ്ടെങ്കിൽ നാം എന്തിന് ഭാരപ്പെടണം? पूरा स्वर्ग अगर हमारे साथ है तो हमको किस बात की भय है? ഈ സ്വർഗം കൂടെ ഉണ്ടെന്ന് ബോധ്യമുള്ളവർ പിന്നെ ലോകത്തിലെ ചെറിയ ചെറിയ വെല്ലുവിളിയെ കണ്ട് പുറകോട്ട് മാറുമോ? ഇല്ല. നാം ധൈര്യമായിട്ട് പറയും തുറന്ന സ്വർഗത്തിന് കീഴിൽ ഞാൻ ശുശ്രൂഷിക്കുന്നു. अगर स्वर्ग हमारे साथ है, ये जो बात जान गए हैं वो बिना किसी भय के साथ वो परमेश्वर की सेवा करेंगे। ദൈവം നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ദൈവം നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। രാവിലെ ആത്മാവ് ഒരുമിച്ച് വീണ്ടും പറയാമോ എന്റെ മുമ്പിൽ സ്വർഗം आज തുറന്നിരിക്കുന്നു. की सुबह आत्मा से भरे कितने लोग कह सकते हैं कि हमारे ऊपर स्वर्ग खुला ഒരു हुआ है। വാതിലും അടപ്പാൻ റോമൻ കൈസർക്ക് അനുവാദമില്ല. रोमी कैसर को कोई भी दरवाजे बंद नहीं कर सकता। യഹൂദ മതത്തിന്റെ ശക്തികൾക്ക് ദൈവസഭയുടെ വാതിൽ അടപ്പാൻ അധികാരമുണ്ടോ? यहूदी मत की जो शक्ति है वो कोई भी शक्ति है, यीशु मसीह जो दरवाजा है वो दरवाजा कोई बंद नहीं कर सकता। ഭരണാധികാരികൾ അടപ്പാൻ ശ്രമിച്ച വാതിലുകൾ തുറന്ന ചരിത്രമാണ് അനുഭവമാണ് ദൈവസഭയ്ക്കുള്ളത്. नेताओं ने जो दरवाजे बंद कर दिए थे वो दरवाजों को खोलने का इतिहास इस वचन में लिखा है। അടച്ച വാതിലുകൾ തുറന്ന് പുറത്തേക്ക് വന്ന ദൈവസഭ ആമേൻ തുറന്ന സ്വർഗത്തിന് കീഴിൽ ശുശ്രൂഷിക്കുന്നവരാണ്. जो दरवाजे नेताओं ने बंद किया था उन दरवाजों को खोलकर परमेश्वर की कलीसिया ने सेवा किया हुआ एक इतिहास है। ദൈവസഭയ്ക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടു. परमेश्वर कलीसिया के लिए स्वर्ग खुल गया। അഗ്നി നാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി അഗ്നിജ്വാല പോലെ. अग्नि ज्वाला अग्नि जीप के उस रूप को धारण किए पवित्र आत्मा उनके ऊपर उतर आया। വലിയ കൊടുങ്കാറ്റിന്റെ ശബ്ദത്താൽ അവർ ആ ഇരുന്നിടം നിറച്ചവരെല്ലാം ആത്മാവിൽ നിറയപ്പെട്ടു. बड़ी ही आंधी सी सनसनाहट उनके बीच में आकर उन्होंने उसको महसूस ഈ किया। അനുഭവത്തിൽ ആരംഭിച്ച ദൈവസഭയുടെ പിൻതലമുറക്കാരാണ് നാം. इस अनुभव को अनुभव करने वालों की संतान है हम सब। നാം എല്ലാ ഭാരവും പ്രയാസങ്ങളും മാറ്റിവെക്കാം. हम सब भय को हटाकर ഇന്ന് രാവിലെ ആത്മാവിൽ പറയാം आज की सुबह आत्मा से भरकर कितने लोग कह सकते हैं എനിക്ക് മുകളിൽ സ്വർഗം मेरे തുറന്നിരിക്കുന്നു. ऊपर स्वर्ग खुला हुआ है। ദൈവം നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता ഈ करे। ദിനങ്ങളിൽ തുറന്ന സ്വർഗത്തിന് കീഴിൽ इन दिनों में खुले स्वर्ग के नीचे ആമേ ധൈര്യമായി ശുശ്രൂഷിക്കാം. पूरे धैर्य के साथ ധൈര്യമായി മുമ്പോട്ട് പോകാം. पूरे ही धैर्य के साथ हमें आगे बढ़ना है। ദൈവം നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। നമുക്ക് മുകളിൽ हमारे ऊपर സ്വർഗം തുറന്നിരിക്കുന്നു. स्वर्ग खुला हुआ है। ദൈവം നമ്മെ സഹായിക്കട്ടെ. परमेश्वर हम सबको God आशीष bless you. करे। God bless you all. परमेश्वर आप सबको आशीष करे। Amen. Amen. Amen.